നമസ്തേ പുത്തുപുറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. ഞാൻ പ്രദീപ് പിള്ള. നമുക്ക് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ആദ്യം അന്തർദേശീയത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. വാർത്തകളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ക്വാഡ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിക്കും ഭാരതത്തിനും പ്രശംസാ പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം മാതൃകയെന്ന് അമേരിക്ക. അഭിനന്ദിച്ച് ഓസ്ട്രേലിയയും ജപ്പാനും. ദക്ഷിണ കിഴക്കൻ ചൈന കടലുകളിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയറിയിച്ച് ക്വാഡ്. ഊർജ്ജരംഗത്ത് വൻ പദ്ധതിക്ക് ഭാരതം അമേരിക്ക ധാരണ. ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ യുക്രൈൻ പോളണ്ട് സന്ദർശനം ചരിത്രമെന്ന് ജോ ബൈഡൻ. UN സ്ഥിരാംഗത്വത്തിന് ഭാരതത്തിന് പിന്തുണ ആവർത്തിച്ച് അമേരിക്ക. PV അൻവറിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് മുഖ്യമന്ത്രി. പാവയെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് വിലയിരുത്തൽ. അശക്തനല്ലെന്ന് കാണിക്കാൻ നീക്കവുമായി പിണറായി. പാർട്ടി സെക്രട്ടറി സ്ഥലത്തില്ലാത്തപ്പോൾ നടത്തിയത് മുന്നറിയിപ്പ് വാർത്താ സമ്മേളനം. തൃശൂർ പൂരം കലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ DGP. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ട് DGPക്ക് മുന്നിലെത്തിയത് 5 മാസങ്ങൾക്ക് ശേഷം. വെള്ളനാട് ശശിക്ക് കുടപിടിച്ച് പോലീസ്. സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്തതിന് കേസ് നിസ്സാര വകുപ്പുകൾ ചുമത്തി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ചുമത്തിയില്ലെന്ന ആക്ഷേപം. ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. ക്ഷേമ പെൻഷൻ അവതാളത്തിൽ. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ പെടാപ്പാട്. ട്രഷറി നിയന്ത്രണവും കടുപ്പിച്ചു. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം വഹിക്കുന്ന നേതൃത്വം അമേരിക്കയ്ക്ക് മാതൃകയെന്ന് ജോ ബൈഡൻ. സമുദ്രമേഖലയിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും രംഗത്തെത്തി. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദത്തിന് നേതൃത്വം നൽകുന്ന ഭാരതം അഭിനന്ദനം അർഹിക്കുന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയും ക്വാഡ് സമ്മേളനത്തിൽ പറഞ്ഞു. പരിസ്ഥിതി അനുകൂല ഊർജ്ജരംഗത്ത് ഭാരതവും അമേരിക്കയും ചേർന്ന് വൻ പദ്ധതിക്കും ധാരണ. $1 ബില്യൺ പദ്ധതി IBRDയുടെ സഹകരണത്തോടെ നടപ്പാക്കും. ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അതേസമയം ദക്ഷിണ കിഴക്കൻ ചൈന കടലുകളിലെ സംഭവവികാസങ്ങളിൽ ആശങ്ക അറിയിക്കുകയാണ് ക്വാഡ് ഉച്ചകോടി. രാജ്യാന്തര ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, സുപ്രധാനം സംഭവബഹുലം അല്ലേ ക്വാഡ് ഉച്ചകോടിയിലെ ഇതുവരെയുള്ള നടപടികൾ? മാത്രമല്ല ഈ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ ഭാരതത്തിൻ്റെ നാവികസേനയും കോസ്റ്റ് ഗാർഡും അടക്കം നടത്തുന്ന ചില ഇടപെടലുകൾ, കടൽ കൊള്ളക്കാർ വന്നപ്പോൾ അവരെ പിന്തുടർന്ന് അവരെ കീഴടക്കി വിവിധ രാഷ്ട്രങ്ങളിലെ കപ്പലുകളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ അംഗീകരിക്കുകയാണ് രാജ്യാന്തര സമൂഹം. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ ഈ കടലിലെ വിഷയം തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. കാരണം കടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നത് സംബന്ധിച്ച് നിരവധിയായ ധാരണകൾ, UN കൺവെൻഷൻ ഉൾപ്പെടെ നിരവധിയായ ധാരണകളുണ്ട്. ഈ ധാരണകളിലെല്ലാം തന്നെ ഭാരതത്തിൻ്റെ വലിയൊരു മുന്നേറ്റം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടാകാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. 2022 ശേഷമുണ്ടായിരിക്കുന്ന അന്താരാഷ്ട്ര കടൽ നിയമം സംബന്ധിച്ച ധാരണകളിൽ ഭാരതത്തിന് വലിയ നേതൃത്വം വഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ
അറബിക്കടലിലുമെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമാകാൻ ഭാരതത്തിന് സാധിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെയും അങ്ങനെ അത്തരത്തിലുള്ള ഹൂതി ഉമരുടെ ആക്രമണങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു ഇടപെടൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ ഉണ്ടായി എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി തന്നെ ലോക സമൂഹം, അതായത് ഈ ക്വാഡ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ കാണുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു സംഭവം. കാരണം ഭാരതം അതിനായി വഹിക്കുന്ന നേതൃത്വം, ഇന്ത്യൻ മഹാസമുദ്രം എന്ന വലിയൊരു സമുദ്ര മേഖലയിൽ ഭാരതം സുരക്ഷയ്ക്ക് വേണ്ടി വഹിക്കുന്ന നീക്കങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും അത് അമേരിക്കയ്ക്ക് പോലും മാതൃകയാണ് എന്ന് ജോ ബൈഡൻ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു സംഭവവികാസം തന്നെയായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതോടനുബന്ധിച്ച് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ദക്ഷിണ ചൈന സീയിലെ അതുപോലെ തന്നെ കിഴക്കൻ ചൈന സീയിലുമുള്ള പ്രശ്നങ്ങളെല്ലാം. ഈ രണ്ട് കടൽ മേഖലകളിലും ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഓഫ് ഷോർ ഖനനത്തിന് വേണ്ടി കടലിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ചൈനയുടെ നീക്കത്തെ അതിശക്തമായി ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ജപ്പാൻ്റെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വിസ്തീർണം കൂടിയ ഒരു സമുദ്രാതിർത്തിയുള്ള പ്രദേശം കൂടിയാണ് ജപ്പാൻ്റെ സമുദ്രാതിർത്തി. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നത് അവരുടെ ഏറെ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഫ്യൂമിയോ കിഷിദ വളരെ കൃത്യമായി ഉന്നയിക്കുകയും അത് സൗത്ത് ചൈന സീയിലെ വിഷയങ്ങളിലെ ആശങ്കകൾ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് സംഭവ വികാസങ്ങൾ നിരവധിയായി ഉണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഈ സുരക്ഷയുടെ കാര്യം തന്നെ പരിശോധിക്കുമ്പോൾ കാലങ്ങളായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിന് നേരത്തെ തന്നെ അമേരിക്ക പിന്തുണച്ചിരുന്നു. സ്റ്റേറ്റ് വിസിറ്റിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. ഇന്നും അത് ആവർത്തിക്കുകയാണ് ജോ ബൈഡൻ എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രതീക്ഷയർഹിക്കുന്ന ഒരു കാര്യം. പിന്നീട് വികസന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര സോളാർ അലയൻസ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബയോഫ്യൂവൽ അലയൻസ് അത്തരത്തിലുള്ള ഭാവനാസമ്പന്നമായ നിരവധി പദ്ധതികൾ ഭാരതം ലോകസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ ഒരു ചേർന്നുള്ള പ്രവർത്തനം ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് ഇന്ത്യ അമേരിക്ക ശക്തമായ ഒരു സാന്നിധ്യമായി മാറാനുള്ള $1 ബില്യൺ $1 ബില്യൺ ഒരു വലിയ പദ്ധതി. അതായത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ വളരെ സ്വാഭാവികമായും നമ്മുടെ സ്വാഭാവിക ജീവിതവുമായി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ബ്രഷ്ലെസ് ഫാനുകളുടെ പരസ്യമെല്ലാം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഊർജ്ജ ഉപഭോഗമുള്ള ഫാനുകളും അതുപോലെ തന്നെ എയർ കണ്ടീഷണറുകളും ഉൽപ്പന്നങ്ങൾ തുടങ്ങി, അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങി ഉൽപ്പാദനത്തിൻ്റെ, അതായത് വലിയ തോതിലുള്ള ഉൽപ്പാദനം നടത്തുന്നതിനുള്ള ഊർജ്ജോൽപാദനം നടത്തുന്നതിനുള്ള ധാരണ അതായത് പരിസ്ഥിതി അനുകൂല ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ, ആ ധാരണയുടെ പ്രാധാന്യം അർഹിക്കുന്നത് സോളാറിലും അതുപോലെ തന്നെ വിൻഡ് എനർജി അതുപോലുള്ള പാരമ്പര്യേതര ഊർജ്ജ സംവിധാനങ്ങളിലാണ്. ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് ഈ വലിയൊരു തുകയുടെ നീക്കം. അതായത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി സഹകരിച്ച് നടപ്പാക്കുന്നതിനുള്ളൊരു പദ്ധതി കൂടി ധാരണയിലെത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയാനുള്ളത് ഗർഭാശയകള ക്യാൻസർ സംബന്ധിച്ചുള്ള സഹകരണമാണ്. നമുക്കറിയാവുന്നതാണ്, പ്രതിരോധ കുത്തിവയ്പ്പ് സാധ്യമാകുന്ന ക്യാൻസറുകളിൽ വളരെ അപൂർവങ്ങളായ ക്യാൻസറുകളിലൊന്നാണ് ഈ ഗർഭാശയകള ക്യാൻസർ എന്ന് പറയുന്നത്. കൗമാരക്കാരിൽ ഇത് സംബന്ധിച്ച കുത്തിവയ്പ്പുകളും അതുപോലെ തന്നെ പ്രതിരോധ നടപടികളും സ്വീകരിക്കുന്നതോടെ ഈ ക്യാൻസറിനെ പ്രതിരോധത്തിലൂടെ തുടച്ചു നീക്കാൻ സാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ അതുമായി സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള ധാരണകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ, കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ വാക്സിൻ സൗജന്യമായി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ നമുക്കറിയാവുന്നതാണ്. വലിയ തോതിൽ പ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം വൻ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട്. സംഭവ ബഹുലവും ഏറെ പ്രതീക്ഷ നൽകുന്നതും അല്ലെങ്കിൽ ഇന്ന് വരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ ലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു നേതൃനിലയിലേക്ക് ലോക ഗുരുവായി തന്നെ പ്രധാനമന്ത്രി പോകുന്നു അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ക്വാഡ് സമ്മേളനത്തിൽ ഉടനീളം വരുന്ന വാർത്തകളിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഐസൻ, ഒരുപക്ഷെ ഈ ക്വാഡ് യോഗത്തിൻ്റെ ശക്തി കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഒരു കാലത്ത് ചൈന ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്നു ഈ കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ. എന്തിനാണ് എന്ന് ചോദ്യം വന്നിരുന്നു. മാത്രമല്ല ഈ തിര വരുമ്പോൾ വരുന്ന ചെറിയ പത മാത്രമാണ് എന്ന രീതിയിൽ വരെ വിശേഷിപ്പിക്കേണ്ടായി. പക്ഷെ അതേ ചൈന തന്നെ ഇപ്പോൾ ഈ കൂട്ടായ്മയെ ഭയപ്പെടുന്നു എന്ന് പല വേദികളിലെയും പ്രതികരണത്തിലൂടെ വ്യക്തവുമാണ്. ഇനി ദക്ഷിണ കിഴക്കൻ ചൈന കടലുകളിലെ സംഭവ വികാസങ്ങളിൽ ക്വാഡ് നേതാക്കൾ ആശങ്ക കൂടി അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഈ ആശങ്ക കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. നമുക്കറിയാവുന്നതാണ് ജപ്പാനിലെ ആ വിഷയം. നേരത്തെ നമുക്കറിയാവുന്നതാണ് ജപ്പാനിലെ ഒരു ദ്വീപും ആ ദ്വീപിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും എല്ലാം തന്നെ കീഴടക്കാനുള്ളൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ ദ്വീപിൻ്റെ നിയന്ത്രണം, അതായത് ദ്വീപുകളുടെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളുടെ 224 സ്ക്വയർ കിലോമീറ്റർ പരിസരത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ, നോട്ടിക്കൽ മൈൽ പ്രത്യേകിച്ച് ചതുരശ്രടി പരിസരത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അതത് രാജ്യത്തിൻ്റെ അധീന പരിധിയിലാണ്. പക്ഷേ അതിനെ തകർക്കാനുള്ളൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ചൈനയെ എതിർക്കുന്ന
വളരെ കൃത്യമായി എതിർക്കുന്ന 4 രാഷ്ട്രങ്ങൾ അത് ഒരു ആശങ്കയെ കൂടിയായി അറിയിക്കുകയും ചെയ്യുമ്പോൾ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഈ ഭാരതത്തിൻ്റെ ഇടപെടൽ, അന്താരാഷ്ട്ര സമുദ്രാതിർത്തി സംബന്ധിച്ച വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്താൻ ക്വാഡിന് സാധിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ശക്തമായ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളാണ് ഭാരതവും അതുപോലെ തന്നെ അമേരിക്കയും. ഇത്തരത്തിലുള്ളൊരു സൈനിക ശക്തിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ധാരണകളുമെല്ലാം തന്നെ ശക്തമായും കാര്യക്ഷമമായും മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഈ സൗത്ത് ചൈന സീ എന്ന റിസ്ക് ഭാവിയിൽ, അത് 5-10 വർഷങ്ങൾക്കുള്ളിൽ ഈ സൗത്ത് ചൈന സീ എന്ന ആ ഒരു റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് സ്ക്വാഡിനെ കുറെ കൂടി ഗൗരവത്തോടെ കാണണമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അനു, ഐസൻ, ഈ ഒരു ഭാഗത്ത് അമേരിക്കയും ഭാരതത്തെ ഭയപ്പെടുന്നു. നരേന്ദ്രമോദിയെ US സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ്, അത് മോദി ഫാൻ ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു, പക്ഷേ ഞങ്ങളോട് ഈ രാജ്യാന്തര വ്യാപാര വിഷയത്തിൽ തികഞ്ഞ നീതികേടാണ് ഭാരതം കാട്ടുന്നതെന്ന് പറയുന്നു ഒരു ഭാഗത്ത്. 2, ഈ ബംഗ്ലാദേശിൽ അടക്കം തങ്ങളുടെ വരുതിക്ക് നിൽക്കുന്ന സർക്കാർ വേണമെന്ന് US ആഗ്രഹിക്കുന്നു. അതിൽ ഭാരതം ഒപ്പം നിൽക്കുന്നില്ല. പല കാര്യങ്ങളിലും US-ന്റെ ഇച്ഛയ്ക്കൊപ്പം നിൽക്കാതെ ഭാരതത്തിൻ്റെ താല്പര്യം മാത്രം പരിഗണിച്ച് പലപ്പോഴും ഒറ്റയ്ക്ക്, അതല്ലെങ്കിൽ വ്യക്തമായ തീരുമാനങ്ങളും നയങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു ഭാഗത്ത് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. നേരത്തെ അനു പറഞ്ഞ പോലെ തന്നെ ചൈന പരിഹസിച്ചുവെങ്കിൽ ചൈനയ്ക്ക് അറിയാമായിരുന്നു ഇത്രയും രാജ്യങ്ങൾ ഒത്തുകൂടിയാൽ. കാര്യം അങ്ങേയറ്റത്ത് US ഉണ്ട്, തൊട്ടടുത്ത് ജപ്പാനുണ്ട്, ഈ ഭാഗത്ത് ഭാരതമുണ്ട്, താഴെ ഓസ്ട്രേലിയ ഉണ്ട്. എല്ലാ അർത്ഥത്തിലും US ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ നിർണായകമായ സ്ഥലങ്ങളിലാണ് ജിയോ പൊളിറ്റിക്കലി നിൽക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു വിചിത്രമായ അവസ്ഥയിലാണോ ഐസൻ US ഉള്ളത്? തീർച്ചയായും US-നെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തോടുള്ള കൺസേൺ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ നമുക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഒരു കേന്ദ്രീകൃതമായ ഗ്ലോബൽ സൗത്തിനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്ലോബൽ സൗത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടായി. അത് വളരെ കൃത്യമായ ആലോചനാപൂർണമായ നടപടി. വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള വിദേശകാര്യമന്ത്രി തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഗ്ലോബൽ സൗത്ത് G20 സമ്മേളനമെല്ലാം തന്നെ നടന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുന്ന നേതൃനിരയിലേക്ക് ഭാരതം എത്തുന്നു എന്നതാണ് അമേരിക്കയുടെ കൺസേൺ ആയി കാണുന്നത്. അത്തരത്തിലൊരു ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുക, നമുക്കറിയാവുന്നതാണ് ഈ ലോകരാജ്യങ്ങളുടെ ക്ലസ്റ്ററുകൾ ഇനി ലോകത്തെ നിയന്ത്രിക്കുമെന്ന് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വലിയ ക്ലസ്റ്റർ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു ക്ലസ്റ്ററായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഗ്ലോബൽ സൗത്ത് മാറുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ശക്തി കേന്ദ്രമായി വളരാൻ, സൈനികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായി വളരാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നതിന് ഭാരതം നേതൃത്വം നൽകുന്നു. ഈ ഒരു ആശങ്കയാണ്, അത് തീർത്തും ഒരു ട്രേഡ് ഇൻട്രസ്റ്റഡായ ഒരു ആശങ്കയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ഈ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നിലപാടുകൾക്കും അമേരിക്ക പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, നിരവധിയായ പിന്തുണ. അതായത് യഥാർത്ഥത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാജ്യമാണെങ്കിൽ കൂടി ചില ആശങ്കകൾ അമേരിക്കയ്ക്കുള്ളത് ഈ വിഷയത്തിലാണ്. ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് ഭാരതം വഹിക്കുന്ന പങ്കിൻ്റെ ഭാഗം തന്നെയാണ്. അത്തരത്തിൽ ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഭാരതം തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടും ഇരിക്കുന്നത്. പ്രദീപ്, ശരി, എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേൾക്കുന്നതേ ഉള്ളൂ. കാരണം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ വരണം. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ PV അൻവറിന്റെ വെളിപ്പെടുത്തൽ, അതിനെ തുടർന്നുള്ള വിവാദങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം, പിന്നാലെ അൻവർ വീണ്ടും ആഞ്ഞടിക്കുന്നു. അൻവർ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രി മഹാനെന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള മഹാമോശക്കാരെന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണല്ലേ. എന്തായാലും മുഖ്യമന്ത്രി പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിയിരുന്നു. പക്ഷേ ഇതോടെ പ്രതിരോധത്തിലായത് PV അൻവർ MLA മാത്രമാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. CPM-നെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെട്ടിലാക്കി അൻവർ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. അത് ഈ പാർട്ടിക്കുള്ളിൽ കൂടി ഇതിനെതിരെ കടുത്ത വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടി എങ്ങനെ പറയുന്നു എന്നതുകൂടി നിർണായകമാണ്. പക്ഷെ അൻവറിനെ പാർട്ടി പൂർണ്ണമായും തഴഞ്ഞോ ഇല്ലയോ, ഈ തഴഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുമ്പോഴും ഇതൊക്കെ തിരിച്ച് വ്യക്തമാകണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരിച്ചു വരണം. കാര്യങ്ങൾ
ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഉരുത്തിരിയണം. അമ്പ് തൊടുത്തതാര്, അതാരെ ലക്ഷ്യമിട്ടാണ്, കൊള്ളേണ്ടിടത്ത് കൊണ്ടോ അത് അമ്പ് മാറിക്കൊണ്ടോ? മാത്രമല്ല തുടക്കത്തിൽ ചോദിച്ച പോലെ മുഖ്യമന്ത്രി എന്തിനാ അത്ര തിടുക്കത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി എന്നതൊക്കെയാണ്. എന്നാലും നമുക്ക് കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ ചേരുകയാണ് തത്സമയം നമ്മളോടൊപ്പം ഈ വാർത്തയുടെ ഈ വിവരങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കാൻ. ആനന്ദ്, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് ആകെ ആശയക്കുഴപ്പമാണ്. അൻവർ ആർക്ക് വേണ്ടിയാണ് ഈ ആക്രമണം തുടക്കത്തിൽ നടത്തിയത്? അൻവർ ആക്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയാണ്, അല്ലെങ്കിൽ വലം കൈയെയും ഇടം കൈയെയുമാണ്. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി, മറുഭാഗത്ത് വിശ്വസ്തനായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് MR അജിത് കുമാറിനെ. അതിനുശേഷവും അദ്ദേഹം അത് തുടരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഇതാ വന്നിട്ട് അൻവറിൻ്റെ ആരോപണങ്ങൾ ആകെ തള്ളിക്കളയുന്നു. അൻവറിന് ശശിക്ക് അതല്ല പണി എന്ന വരെ പറയുന്നു ശശിയെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ച്. പിന്നാലെ PV അൻവർ വൈകുന്നേരം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. വാർത്താ സമ്മേളനത്തിൽ അൻവർ മുഖ്യമന്ത്രിയെ ഒരു കാരണവശാലും ഞാൻ തള്ളിപ്പറയില്ല, മുഖ്യമന്ത്രി മഹാനാണെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും തൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞില്ല എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ചുറ്റും നിൽക്കുന്നവർക്കെതിരെയും മുഖ്യമന്ത്രി എടുക്കുന്ന നടപടികളെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്നുള്ള സൂചന വരെ നൽകി വെക്കുന്നു അൻവർ. PV അൻവറിന്റെ ഓരോ നീക്കവും അതിരസകരമാണ്. കാരണം ട്രെയിലറൊക്കെ ഇട്ടിട്ടാണ് വാർത്താ സമ്മേളനം നടത്താൻ വരുന്നത് പോലും. എന്താണ് ആനന്ദ് സംഭവിക്കുന്നത്? അൻവറിന്റെ ലക്ഷ്യം എന്താണ്? പ്രദീപ്, എന്തായാലും ഈ അൻവറിന്റെ ഈ ഒരു പോർമുഖം, പുതിയ പോർമുഖം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. പ്രത്യേകിച്ച് ഇന്നലത്തെ സംഭവവികാസങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണ്ടിവരും നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് തള്ളിക്കളയുക മാത്രമല്ല, പ്രത്യേകിച്ച് അൻവർ ആരോപിക്കപ്പെട്ട ആളുകളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ADGPയെയും P ശശിയെയും ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ കവചമൊരുക്കുന്ന ഒരു രീതി തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉടനീളം വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ P ശശിയെ നിയമിച്ചത് പാർട്ടിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുകൊണ്ടാണ് P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത്. P ശശി നടത്തുന്നത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി P ശശിക്കെതിരെ അനുകൂലമായിട്ടുള്ള പ്രസ്താവന. അത് മാത്രമല്ല, അത് ഒരു പരിധിവരെ PV അൻവറിനെ തള്ളി പറയുന്ന ഒരു നിലപാടുമായാണ് ആ ഒരു വിഷയത്തിൽ എന്തായാലും പൊതുവെ അറിയുന്നത്. മാത്രമല്ല, ഈ ശശിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ശശി കാഴ്ചവെക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ശശിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല, ഇത് അൻവറിനെതിരെ നിരന്തരം അമ്പുകൾ തൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ അൻവർ ഇത്തരത്തിൽ ഫോൺ ചോർത്തിയത് പുറത്തുവിട്ടത് ശരിയായില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ അൻവർ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരാളാണെന്നാണ് നിരന്തരം പറയുന്നത്. തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല. അൻവറിന്റെ പശ്ചാത്തലം കോൺഗ്രസ് പശ്ചാത്തലമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ആ തലത്തിൽ അൻവറിനെ പരസ്യമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പഴയ ഒരു പശ്ചാത്തലം എടുത്തുകൊണ്ട് തങ്ങളുടെ കൂടെയുള്ള ഒരാളല്ല എന്നുള്ള ഒരു തോന്നൽ പറ്റിക്കുന്ന രീതിയിലാണ് എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ അൻവറിന്റെ കോൺഗ്രസ് പശ്ചാത്തലം എടുത്തുകൊണ്ട് പറഞ്ഞത്. അതിനുശേഷം ഈ അൻവർ ആദ്യമേ പറയുന്ന കാര്യമാണ്, താൻ നിരവധി തവണ P ശശിക്ക് ഇത്തരത്തിൽ പരാതിയുമായി കൊടുത്തിരുന്നു. പല തവണ AK സെന്ററിലും മുഖ്യമന്ത്രി ഓഫീസിലും എല്ലാം ചെന്നുകൊണ്ട് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല എന്ന് പറയുന്നത്. ഇതിനും മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത്, അത്തരത്തിൽ അൻവർ കൊടുക്കുന്ന പരാതികൾ മാത്രം പരിശോധിച്ചുകൊണ്ട് നടപടിയെടുക്കാൻ ഇരിക്കുന്ന ആളല്ല ശശി. ശശിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ ഈ പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെയും ഈ P ശശി അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു ചേരി, ആ വളർന്നു വരുന്ന ഒരു ചേരിക്കെതിരെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു മറുപക്ഷം നടത്തുന്ന പോരാട്ടത്തിന്റെ മുഖമാണ് അൻവർ എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തപ്പെടുന്നത്. അതുവഴി ഈ ശശിയെ ഈ വരുന്ന സമ്മേളനങ്ങളുടെ കാലഘട്ടമാണ് നമുക്കറിയാം. ആ സമ്മേളനത്തിൽ തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ശ്രമത്തിന് തടയിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് PV അൻവറിനെ ഇറക്കിക്കൊണ്ട് മറുപക്ഷം ഇത്തരമൊരു കളി, അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും അതിനെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി തച്ചുടച്ചിരിക്കുകയാണ്. ആ തരത്തിൽ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് PV അൻവറിനെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ, അതുവഴി ആരാണോ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അവർക്കെതിരെയുള്ള വ്യക്തമായിട്ടുള്ള പോരാട്ടം, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി എന്തായാലും ഇന്നലെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം മറുപടി ആയിക്കൊണ്ട് വീണ്ടും PV എന്ന് പറയുന്നത് വൈകുന്നേരത്തോടു കൂടി തന്നെ മാധ്യമ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രിയെ
ഈ പി ശശി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാനുള്ള ശ്രമങ്ങളാണ് ചുറ്റിലും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ആ തലത്തിൽ മുഖ്യമന്ത്രിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ള ആ തരത്തിൽ അത് മുഴുവനായി പറഞ്ഞെങ്കിൽ കൂടി ആ തരത്തിലേക്കുള്ള ഒരു അർത്ഥം തന്നെയാണ് പി വി അൻവർ വെച്ചുകൊണ്ട് പുലർത്തുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസ് പശ്ചാത്തലത്തെ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രിയോട് ആ ഭാഷയിൽ തന്നെയാണ് അൻവർ മറുപടി പറയുന്നത്. അൻവർ പറയുന്നത് ഈ EMS പഴയ കോൺഗ്രസ്സുകാരനാണെന്നാണ്. എന്തായാലും ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ട കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് താൻ സമ്മതിക്കുന്നുണ്ടെന്ന് അൻവർ പറയുമ്പോഴും പക്ഷെ അത് തന്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നാട്ടുകാർക്ക് വേണ്ടിയാണ്, നാട്ടുകാരുടെ സംരക്ഷണത്തിനും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് താൻ അത്തരത്തിലൊരു കാര്യം ചെയ്തതെന്ന് അൻവർ പറയുന്നുണ്ട്. അൻവർ നിരന്തരമായി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ADGP എഴുതി കൊടുത്ത റിപ്പോർട്ട് വായിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ മുഖ്യമന്ത്രി ഒരു പാവയാണെന്ന് പറയാതെ പറയുന്ന തലത്തിലേക്കാണ് അൻവർ എത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയെ പരസ്യമായി ഒന്നും പറയുകയും എന്നാൽ പരോക്ഷമായിക്കൊണ്ട് ആ അർത്ഥം വരുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് ഇന്നലെ അൻവർ ചെയ്തത്. മാത്രമല്ല ഇത്തരത്തിൽ പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ തന്റെ സ്വന്തം വഴി നോക്കും, കൂടിപ്പോയാൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ പരമാവധി ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ കൊല്ലും, ഇതൊന്നും തനിക്കൊരു ചുക്കുമല്ല എന്നാണ് പി വി അൻവർ ഇന്നലെ പരസ്യമായി പറഞ്ഞത്. അപ്പോൾ ആ തലത്തിൽ മുഖ്യമന്ത്രിയെയും അത് പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു രീതി തന്നെയാണ് പി വി അൻവർ എടുത്തത്. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും അൻവർ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് തീർച്ചയായിട്ടും അൻവറിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അൻവറിന് ഒറ്റയ്ക്ക് വഴിവെട്ടേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം പരസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറഞ്ഞത് ക്ലിഫോസിന് മേലേക്ക് മരം ചാഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അത് വെട്ടിമാറ്റാനുള്ള ഒരുക്കം നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് അറിയുമായിരുന്നില്ല കോൺഗ്രസിന്റെ പശ്ചാത്തലം, മുഖ്യമന്ത്രി ഇന്നലെയാണോ അറിഞ്ഞത് എന്നാണ് ഷാഫി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ പോരിപ്പോൾ മുഖ്യമന്ത്രി വേഴ്സസ് പി വി അൻവർ എന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുത്തുന്നു, എന്നാൽ മുഖ്യമന്ത്രി പാവയാണെന്ന് പറയാതെ അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രദീപ്, മറ്റൊരു കാര്യം, ഇതിൽ അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൻവറിൻ്റെ ലക്ഷ്യം ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പാർട്ടിയിലെ പ്രബലമായ ഒരു ചേരി അൻവറിനൊപ്പമുണ്ടോ? ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കൊട്ടാര വിപ്ലവമോ ഒരു അന്തഃപുര ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ? പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയുടെ മറ്റൊരു അടുപ്പക്കാരനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടോ? കാര്യം നമുക്കറിയാവുന്ന ഒരു വ്യക്തമായ സംഗതി എന്ന് പറയുന്നത് പി വി അൻവറും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി വ്യക്തിപരമായി നല്ല അടുപ്പം ഉണ്ടെന്നുള്ളതാണ് കണ്ണൂരിലെയും തലസ്ഥാനത്തെയും പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന കൃത്യമായ സൂചന. അങ്ങനെയെങ്കിൽ അൻവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കണ്ണൂരിൽ തന്നെ വളരെ വ്യക്തമായി രണ്ട് ചേരിയുണ്ട്. അത് പറയുമ്പോൾ മാധ്യമങ്ങൾ വിഭാഗീയത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ അഭിനയിച്ചിട്ടോ കാര്യമില്ല. ഒരു ഭാഗത്ത് MV ഗോവിന്ദനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, മറുഭാഗത്ത് മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന ഒരു വിഭാഗം. ഇതിനിടയിൽ ഇതുവരെ CPM പറഞ്ഞു വച്ച നിലപാടുകൾ തിരുത്തിക്കൊണ്ട് പരസ്യമായി ഇസ്ലാമിക രാഷ്ട്രവാദം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർത്തുന്ന ഭീഷണി, IS റിക്രൂട്ട്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇതുവരെ CPM പറഞ്ഞു വെച്ച എല്ലാ വാദങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് P ജയരാജൻ പരസ്യമായി രംഗത്ത് വരുന്നു. അതൊരു എഴുത്തല്ല, ലേഖനമല്ല, ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ചാനൽ പ്രൈം 21 നൽകിയ അഭിമുഖമാണ്. അതാണ് ജനം TV പിന്നീട് സംപ്രേഷണം ചെയ്തതും ഇത് തുടർ ചർച്ചയാക്കിയതും. ഇത് സംബന്ധിച്ച് പാർട്ടി വൃത്തങ്ങളിൽ, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ആനന്ദ്. തീർച്ചയായും പ്രദീപ്, അത് തന്നെയാണ് നമുക്കറിയേണ്ടത്. കാരണം നമുക്കറിയാം കാലങ്ങളായി അത്തരത്തിൽ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമാവുന്ന ഒരു കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പരസ്യമായ പ്രസ്താവനകളും അടക്കിപ്പറച്ചിലുകളും നിരന്തരമായി തന്നെ പാർട്ടിയെ വേട്ടയാടുന്ന കാലമുണ്ട്. പണ്ട് ഈ VS പിണറായി പോരിൽ നിന്ന് ശേഷം ഒന്ന് അടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ അത് വീണ്ടും ആ തലത്തിലേക്ക് പുറത്തു ചാടുന്ന ഒരു കാഴ്ചയാണ്. പണ്ടത് പരസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രഹസ്യമായിട്ടുള്ള ഒരു നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഈ പിണറായി വിജയന്റെ ഒരു വിഭാഗത്തിനെതിരെ മറുചേരിയിൽ നിന്നുണ്ടാവുന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പി ശശി മുഖ്യമന്ത്രി ആ ഒരു കോംബോ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോംബോ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോംബോ, അതിനെതിരെയുള്ള ഒരു ചേരിയാണ് ഈ പി അൻവറിന് പിന്നിലെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ ആ പ്രത്യേകിച്ച് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ സമ്മേളനങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ സമ്മേളനങ്ങളിൽ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെയും പി ശശിക്കെതിരെയുമുള്ള ഒരു ആയുധമായി പി അൻവറിനെ ഉപയോഗിക്കുകയാണ്. അതുവഴി
ഈ പി ശശിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളെയും ഈ ഒരു വിഭാഗത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങളുമാണ് പി വി അൻവറിനെ വെച്ചുകൊണ്ടുള്ള മറ്റു ചേരി കളിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്താനുള്ള, പ്രത്യേകിച്ച് പി ശശി അടക്കം ആദ്യഘട്ടത്തിൽ നടപടിയെടുത്ത ഒരാളാണ്. അയാളാണ് പിന്നീട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് വരുന്നതെന്ന് പറയുന്നതിന് വലിയൊരു ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പി ശശിയെ ഉയർത്താനുള്ള മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തീരുമാനത്തിനെതിരെ ഒരു അടി കൊടുക്കുകയാണ് പി വി അൻവറിനെ വെച്ചുകൊണ്ട് മറുഭാഗം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് തന്നെയാണ് പൊതുവെയുള്ള ഒരു സംശയം. എന്തായാലും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. പ്രത്യേകിച്ച് പി വി അൻവർ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കള്ളക്കടത്തുകാരിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ടോ ശശി എന്നുള്ള ഒരു സംശയം കൂടി തനിക്കുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേരിട്ടല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭരണത്തിലുള്ള ഒരു MLA, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ MLA ഇത്തരത്തിലൊരു ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഉന്നയിച്ചിട്ട് പോലും എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം നമ്മൾ എടുക്കേണ്ടി വരും. ഒരു പക്ഷേ അൻവറിനെ പുറത്താക്കുകയോ, അതായത് മന്ത്രിസഭയിൽ നിന്നോ അല്ലെങ്കിൽ അൻവറിനെ ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് സർക്കാർ പോകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതിലേക്ക് തന്നെയാണ് കാഴ്ച. അൻവർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന് അൻവർ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും താൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും. താൻ തന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ല, നാട്ടുകാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പരസ്യമായ പ്രതിരോധത്തോടു കൂടി തന്നെ ഈ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ചേരികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാവുന്ന ഒരു കാഴ്ചയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കിപത്രം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളെല്ലാം ഈ പി വി അൻവർ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് എടുത്ത കേസുകളെല്ലാം ദുർബലമാണ്, ഇതൊന്നും കോടതിയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള അടുപ്പക്കാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ള, എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ താൻ സംശയം ഉന്നയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും CPM-ൽ വീണ്ടും സമ്മേളന കാലഘട്ടമാണ്. ഒരു വിഭാഗത്തെ ഒതുക്കാൻ മറുചേരി നിശബ്ദമായിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് അൻവറിനെ മുൻപിൽ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രദീപ്. ശരി ആനന്ദ്, എന്തായാലും വളരെ രസകരമായ നീക്കങ്ങൾ ഒരു ഭാഗത്ത്. അതിനൊപ്പം തന്നെ ഒരല്പം ആശങ്കയുളവാക്കുന്നത് അൻവറിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ കേസുകളിലെ പ്രതികളാണോ, അതല്ലെങ്കിൽ അവരെ ലക്ഷ്യമിടുന്ന ആരെങ്കിലുമാണോ? കാര്യം വളരെ വ്യക്തമായി പുറത്തു വന്നതാണ് മലബാറിലെ CPM നേതാക്കൾക്ക് കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ബന്ധം. അതിൽ അവരിൽ ഒരാളുടെ തുറന്ന ജീപ്പിൽ പാർട്ടി നേതാവ് യാത്ര ചെയ്യുന്നത് വരെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ കൈകളിലാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചരടുകൾ വലിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഉയരുന്നു ഒരു ഭാഗത്ത്. രണ്ട്, PV അൻവറിൻ്റെ പിന്നിൽ ആരാണ്? പാർട്ടിയിലൊരു വിഭാഗമാണോ, അതോ പാർട്ടിയിലൊരു വിഭാഗത്തിനൊപ്പം പുറത്തുനിന്നുള്ള ഏതെങ്കിലും ശക്തികളാണോ, ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങളാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉയരുകയാണ്. ഏറ്റവും മംഗലാപുരായത് മുഖ്യമന്ത്രിയാണ്. അതെ, മുഖ്യമന്ത്രിക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ പുറത്താക്കി അല്ലെങ്കിൽ പിന്തള്ളി പറയേണ്ടി വന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ആരെ സംരക്ഷിക്കും? എല്ലാം പ്രിയപ്പെട്ടവരാണ്. എല്ലാ അർത്ഥത്തിലും ചെകുത്താനും കടലിനും ഇടയ്ക്കായിരിക്കുകയാണല്ലേ കേരള മുഖ്യൻ. എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾ തീരുന്നില്ല, ഇത് സംബന്ധിച്ച വിലയിരുത്തൽ തീരുന്നില്ല, അനാലിസിസ് തീരുന്നില്ല. വീണ്ടും CPM-ലേക്കാണ്. വീണ്ടും അൻവർ മുഖ്യമന്ത്രി. അത് പോരാണോ, നിഴൽ യുദ്ധമാണോ, അതോ നാടകമാണോ, ആൾക്കാരെ പറ്റിക്കുന്നതാണ്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും CPM-ലെ കലഹത്തിൽ പ്രതിരോധം മാറ്റി കടന്നാക്രമണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നയം മാറ്റം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ എന്നതാണ് ഏറെ ശ്രദ്ധേയം. എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ വാർത്താ സമ്മേളനം. പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായി അശക്തൻ എന്ന തോന്നൽ ഒഴിവാക്കാൻ എന്നാണ് വിലയിരുത്തൽ. ഇതേസമയം 27 തുടങ്ങുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം MV ഗോവിന്ദനും പിണറായിക്കും നിർണായകമാകും. ഒരു മാസത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയതും എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു. അതിനായി പിണറായി കണ്ടെത്തിയ സമയം കിടങ്ങൂരിനെതിരെ K കരുണാകരനും EMS-നെതിരെ മന്നവും തിരഞ്ഞെടുത്ത അവസരം പോലെ മുഖ്യ എതിരാളി വിദേശത്തായിരിക്കെ എന്നതും ശ്രദ്ധേയമാണ്.
PV അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ടെന്നും പിണറായിയുടെ വരുതിയിൽ അൻവർ നിൽക്കില്ലെന്നും കൃത്യമായ ധാരണയുള്ളതായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വന്ന നയം മാറ്റമടക്കമുള്ള തിരുത്തൽ നിർദ്ദേശങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്ന പിണറായി വിജയൻ തന്റെ നയം എതിരാളികളെ കടന്നാക്രമിക്കുന്നതിലേക്ക് മാറ്റി എന്നതും കാണേണ്ടതുണ്ട്. PV അൻവറിന് പിറകെ P ജയരാജനും മതരാഷ്ട്രവാദമടക്കമുള്ള കാര്യങ്ങളിൽ തുറന്നു പറച്ചിലുമായി വന്നതും CPIയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം ശക്തമായതും പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരായ വിമർശനം വ്യാപകമായതും പിണറായിയുടെ നയം മാറ്റത്തിന് പ്രേരണയായതായാണ് വിലയിരുത്തൽ. ഈ മാസം 24-ന് MV ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് കളം പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 27 മുതൽ 30 വരെ നടക്കുന്ന CPM PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സർക്കാരിനെതിരായ സമീപനം ചെറുക്കുന്നതിനും പിണറായിക്ക് സ്വീകാര്യനായ ആളെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട്. ഇതിനെതിരായ നീക്കങ്ങളുമായി MV ഗോവിന്ദൻ പക്ഷവും രംഗത്തുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള ആശയവിനിമയം നാട്ടിലേതുപോലെ ശക്തമാകില്ല. ഇതേസമയം കണ്ണൂർ ലോബിയിലെ ചേരിതിരിവ് കൂടുതൽ തുറന്നു പറച്ചിലേക്ക് പോയാൽ ഇരുപക്ഷത്തിനും കടുത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സുധീഷ് ഗോപാൽ തന്നെ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് തത്സമയം. സുധീഷ്, വളരെ രസമുള്ളൊരു വിലയിരുത്തൽ എന്ന് വേണം കരുതാൻ. താൻ ഇപ്പോഴും ശക്തനാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിയിൽ വന്നെത്തിയെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയാണ്? അങ്ങനെ മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് ആരാണ്? നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന യുവനിരയാണോ? മുഖ്യമന്ത്രിയുടെ മരുമകൻ ശക്തനായി എമേർജ് ചെയ്തതിൽ അസംതൃപ്തരാണോ ഇവർ? അതോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ? ഒരു കാര്യം വളരെ വ്യക്തമായ രാഷ്ട്രീയ വിമർശനം ഉയർന്നത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം സംസ്ഥാന സെക്രട്ടറിക്ക് CPM-ൽ പഴയ പോലെ റോൾ ഇല്ല എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ ആക്ഷേപം ഉയർന്നിരുന്നു. അത് മാറ്റി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ ഏറ്റവും ശക്തൻ എന്ന് തെളിയിക്കാൻ MV ഗോവിന്ദൻ ശ്രമിക്കുന്നതാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? സുധീഷ്, നമസ്തേ, സ്വാഗതം. പ്രദീപ് പിള്ള, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പിണറായി വിജയൻ CPM രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ പോലും അത് VS-ന്റെ നീക്കങ്ങളിലൂടെ പിണറായി വലിയ ആയാസമൊന്നും എടുക്കാതെ പാർട്ടി സെക്രട്ടറിയായി വന്നതാണ്. അന്നത്തെ വിഭാഗീയതയുടെ ഭാഗമായി VS പക്ഷത്തിന് ജയിക്കാൻ വേണ്ടി VS-ന്റെ കൂടെ ആശീർവാദത്തോടെ വന്നതാണ് പിണറായി വിജയൻ. അതിന് പിന്നീട് ഇങ്ങോട്ട് VS-നെ ചെറുക്കുന്നതിലെല്ലാം കണ്ണൂർ ലോബി ഒറ്റക്കെട്ടായി കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോഴും തൻ്റെ വിശ്വസ്തരായിരുന്നു എന്നും പാർട്ടി സെക്രട്ടറിയും എല്ലാം തന്നെ തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമായി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ എല്ലാം മക്കളുടെ അവരുടെ ബിസിനസ്സും അതിൻ്റെ ആസൂത്രണങ്ങളും അവർക്കിടയിലുണ്ടാവുന്ന പകപോക്കലും എല്ലാം കണ്ണൂർ ലോബിയിലടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. EP ജയരാജനും കോടിയേരിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും മക്കൾ രാഷ്ട്രീയം ഒരു കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണം ഇത്തരം അകൽച്ചകൾ ഉണ്ടാവുകയും CPM-ലെ കണ്ണൂരിലെ വിഭാഗീയത ശക്തമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. ഗോവിന്ദൻ പിണറായിയുടെ വിശ്വസ്തനായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ധരിച്ചിരുന്നെങ്കിൽ പോലും ഇതിലെ കാര്യങ്ങൾ പാർട്ടി നിയന്ത്രണം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ നിൽക്കുന്നതിൽ നിന്ന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ വല്ലാതെ വളർത്തിക്കൊണ്ടുവരുന്ന, അതിലും മുതിർന്നവരെ മാറ്റി നിർത്തി മന്ത്രിയാക്കുന്നു, മികച്ച വകുപ്പുകൾ കൊടുക്കുന്നു, ഇത് എല്ലാം തന്നെ കണ്ണൂർ ലോബിയിലടക്കം CPM-ലെ രണ്ടാം നിര നേതാക്കളിലടക്കം വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ സമ്മേളനത്തിൽ ഇതിന് ഒരു മാറ്റം വരുത്തണമെന്ന ചിന്തയുണ്ടാവുകയും അത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുകയും ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് PV അൻവറിൻ്റെ തുറന്നു പറച്ചിൽ വരുന്നത്. PV അൻവറിൻ്റെ ഇന്നലത്തെ വാക്കുകൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. താൻ ഒറ്റയ്ക്കല്ല, കണ്ണൂരിലെ CPM-കാർക്ക് ഇതറിയാം, തൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ബോധ്യമുള്ള CPM-കാരുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ P ശശിയും അജിത് കുമാറും മാത്രമല്ല പിണറായി വിജയനെ മിസ്ഗൈഡ് ചെയ്യുന്നത്, മറ്റു പലരും CPM-ലെ ആൾക്കാരുണ്ട്, അവർ പൊട്ടക്കിണറ്റിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടിടുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും അറിയാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. താനൊന്നും മുഖ്യമന്ത്രിക്കെതിരെ തുറന്നു പറഞ്ഞ് ആളാവാനില്ല എന്ന് പറഞ്ഞു വെച്ചതെല്ലാം
കൃത്യമായും മുഖ്യമന്ത്രിക്ക് എതിരായി തന്നെയായിരുന്നു. ഇതേ ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള മുമ്പ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അന്ന് രമേശ് ചെന്നിത്തലയോടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, തന്നെ ഒരു ചുക്കും ചെയ്യാനില്ല, ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും തനിക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു ആത്മവിശ്വാസം പാർട്ടിയിൽ നിന്ന് തന്നെ PV അൻവറിന് ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ടാണോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതിനോട് ചേർത്ത് തന്നെ PV അൻവർ പറയുന്നുണ്ട്, താൻ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ താൻ മറ്റു വഴികൾ നോക്കും. അങ്ങനെ അഥവാ തന്നെ അംഗീകരിക്കാതെ പാർട്ടിയുടെ നയം പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാത്ത സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ താൻ വേറെ വഴി നോക്കുമെന്ന തുറന്നു പറച്ചിൽ ഇതിലുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പിണറായിയുടെ നീക്കം കൃത്യമായും MV ഗോവിന്ദൻ്റെ നീക്കങ്ങളെ ചെറുത്തുകൊണ്ട് ഇപ്പം പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനുമൊക്കെ എതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കുക, താൻ ദുർബലനാണെന്ന ധാരണ പാർട്ടി താഴെത്തട്ടിൽ വരെ വന്നിരിക്കുന്നു, അതിനെ അറുതി വരുത്തുക. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് ശേഷം നയം മാറ്റണം, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാറ്റം വരണം എന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നതോടെ പൂർണ്ണമായും ഒരു പ്രതിരോധ രീതിയിലായിരുന്നു പിന്നീടുള്ള പിണറായിയുടെ ഇങ്ങോട്ടുള്ള പ്രതികരണങ്ങളോ ഓരോ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. എന്നാൽ അതിൽ നിന്ന് മാറി ഇന്നലെ വളരെ ശക്തമായ രീതിയിൽ PV അൻവറിനെതിരെ തന്നെ ശക്തമായ രീതിയിൽ മറുപടി പറയുക, തനിക്കൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായും സംരക്ഷിച്ചു കൊണ്ടുപോവുക. ഈ ഘട്ടത്തിലും ഘടകകക്ഷികളിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുയർന്നു. ഇന്നലെ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച നീക്കങ്ങൾ ഒരു തരത്തിൽ പാളി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം PV അൻവർ ഇനിയും തുറന്നു പറച്ചിലുമായി പോയാൽ തനിക്കും പലതും പറയേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അത് തീർത്തും അവഗണിച്ചുകൊണ്ട് PV അൻവർ ഇന്നലെ തന്നെ അടുത്ത വാർത്താ സമ്മേളനവുമായി വന്ന് ശക്തമായി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അത്തരമൊരു മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണ്ട എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ CPI ശക്തമായി ഇനിയും ആവശ്യപ്പെടാൻ പോവുകയാണ്. അജിത് കുമാറിനെ മാറ്റി നിർത്തി തന്നെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യവുമായി. ഈ രീതിയിലെല്ലാം മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ എന്ത് മുന്നോട്ട് വെച്ചോ, എന്ത് നീക്കമാണോ നടത്തിയത്, അത് പാളിപ്പോകുമോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ 27 മുതൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയും PBയും അത് നിർണായകമായ നിലപാടുകൾ എടുക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റിയും PB യോഗവുമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ആർക്കനുകൂലമായ നിലപാടാവും അവിടെ ഉണ്ടാവുക എന്നതും ഏറെ നിർണായകമാണ്. ഈ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പിണറായി പക്ഷം വളരെ ശക്തമായ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങിയില്ലെങ്കിൽ, ഈ പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ പിന്നീട് ഒരു കരകയറ്റം പിണറായിക്കും പ്രയാസകരമാവും. ഇതേ ഘട്ടത്തിൽ തന്നെ ഈ വരുന്ന PB യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും MV ഗോവിന്ദനും മറ്റും ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അതിൽ ചില തിരുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ വിജയിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് MV ഗോവിന്ദനെ സംബന്ധിച്ചും പ്രയാസകരമാവും. പ്രത്യേകിച്ച് ഈ സമയം പാർട്ടി സമ്മേളനം നടക്കുന്നതാണെന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളതും. പ്രദീപുള്ള ശരി, സുധീഷ് വളരെ വ്യക്തമാണ്. ഇനിയുള്ള ദിവസങ്ങൾ CPMനെ സംബന്ധിച്ച് മാത്രമല്ല മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ രംഗത്തിനുമെല്ലാം വലിയ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളായിരിക്കും. എങ്ങനെയാണ് കാര്യം, ഏറെ കാലത്തിന് ശേഷമാണ് ശക്തമായ ഒരു കരുനീക്കം അല്ലെങ്കിൽ ഒരു വിഭാഗീയതയുടെ സൂചന നൽകുന്ന നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ആരാണ്? PV അൻവർ ആയിരിക്കുമോ, മുഖ്യമന്ത്രി ആയിരിക്കും? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ്. PV അൻവറിന് നഷ്ടപ്പെടാൻ എന്താണുള്ളത്? മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിരോധത്തിൽ. അത് തന്നെയാണ് സുധീഷിന്റെ വിലയിരുത്തൽ. കാര്യം താൻ ശക്തനാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത, ഒരു സമ്മർദ്ദത്തിലായിരിക്കുകയാണ് അദ്ദേഹം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹത്തിന് എതിരെ ശബ്ദങ്ങൾ ഇതുവരെ പരസ്യമായി ഉയർന്നിട്ടില്ലെങ്കിലും ആദ്യം ഇവിടെ ആര് പൊട്ടിക്കും എന്ന് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന P ജയരാജൻ നൽകിക്കഴിഞ്ഞു. പാർട്ടി ഇതുവരെ സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച ആ നയത്തിൻ്റെ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം, പൂർണ്ണമായ ഒരു മാറ്റമാണ് ഈ IS റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യത്തിലും ശ്രീ P ജയരാജൻ സ്വീകരിച്ചത്. അതിൽ തന്നെ വ്യാപകമായ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് തടയേണ്ടതാരാണ്? സംസ്ഥാന പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന മുഖ്യമന്ത്രിയും കൂടിയാണ്. എന്തായാലും രസകരമാണ്. പ്രകാശൻ മേൽക്കുട്ടി, ഞങ്ങൾ എന്നും തിരക്കിലാണ്, എന്നാലും കുത്തിക്കുറിക്കാതിരിക്കരുത് കമൻറ്റുകൾ. കാര്യം ഈ കമൻറ്റുകളാണ് ഞങ്ങളുടെ ഊർജം. 1, 2 ഈ കമൻറ്റുകളിൽ നിന്ന് പല പുതിയ വാർത്തകളും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നോർക്കണം. എല്ലാം തികഞ്ഞവരല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർ. പല വാർത്തകളും തുറന്നു പറയട്ടെ, പല വാർത്തകളും ഈ കമൻറ്റ് ബോക്സിൽ നിന്ന്, ഈ പേജിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ച് ഒട്ടനവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എന്താണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകരുടെ മനസ്സറിയാനുള്ള ഒരു വേദി കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ നിരാശപ്പെടരുത്. അങ്ങ് ഇപ്പോഴും ഒമാനിൽ തന്നെയാണെങ്കിൽ ഒരിക്കൽ കൂടി വലിയ നമസ്തേ. കാര്യം
അങ്ങനെയാണെങ്കിൽ പുത്തമ്പുലരി തുടങ്ങുമ്പോൾ അവിടെ 5:30 മണിയേ ആകുന്നുള്ളൂ പുലർച്ചെ. പിന്നെ സ്ഥിര പ്രേക്ഷകർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പ്രസാദുണ്ട്, രാധാകൃഷ്ണൻ വൈകുണ്ഠൻ ജിയുണ്ട്, ഉഷാ നല്ലൂർ, രാജൻ ചെങ്ങാട്ടുണ്ട്, സുനിൽ ബി, സന്ദീപ് എല്ലാവരും തന്നെയുണ്ട്. ചില രസകരമായ ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ സന്ദീപ് എസ് പറയുന്നു UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വത്തിന് ഉള്ള പിന്തുണ കുറേ കാലമായി പറയുന്നുണ്ടല്ലോ, പക്ഷേ വിപുലീകരിക്കുന്നുമില്ല, ഭാരതം പോലെയുള്ള രാജ്യങ്ങളെ പുറത്തു നിർത്തുകയാണ്. ഇത് വളരെ കാലങ്ങളായി അതിനുള്ളിൽ ആദ്യം ഇടം പിടിച്ച രാഷ്ട്രങ്ങൾ എടുക്കുന്ന ഒരു നിലപാടാണ്. കാര്യം ഈ 5 പേരും വിചാരിച്ചാൽ ഇത് നടപ്പാക്കുകയുള്ളൂ. വീറ്റോ എന്നുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായ അവകാശം എല്ലാ രാഷ്ട്രങ്ങൾക്കും തുല്യ പരിഗണന എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൽ 5 രാഷ്ട്രങ്ങൾ സൂപ്പർ പവറുകളായി വിരാജിക്കുന്ന ഒരു കാഴ്ചയാണ് പതിറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് രാധാകൃഷ്ണൻ വൈകുണ്ഠൻ തന്നെ ഇതിൽ പറയുന്നു, അംഗത്വം വേണ്ടെന്ന് പറഞ്ഞ് ചൈനയെ അംഗമാക്കാൻ പണിയെടുത്ത ആളല്ലേ നെഹ്റു എന്നുള്ളത്. അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട്. അന്ന് ചെയ്ത തെറ്റിൻ്റെ പരിണതഫലം ഇന്നും അനുഭവിക്കുന്നു. അങ്ങനെ ഒട്ടനവധി വാർത്തകളുണ്ട്. രാജൻ ചെങ്ങാട്ട് CPM-നെ സംബന്ധിച്ചൊരു സംഗതി പറയുന്നുണ്ട്. തീർച്ചയായും ഇതിൽ മുഹമ്മദ് റിയാസിന്റെ പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉണ്ട്, അതെ, ഈ വിവാദത്തിൽ ഞാനത് പറയാതെ പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരു സൂചന വന്നത് കൊണ്ടാണ്. ആരാണ് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഒരാളാണോ ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ എന്നുള്ളൊരു സംശയം നമ്മുടെ ലേഖകർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. രാജൻചെങ്ങാട്ട് പറയുന്നു, CPM ഈസ് നോട്ട് ഏബിൾ ടു ഹോൾഡ് ദ ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിംഗ്സ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പലയിടങ്ങളിലും. അതേസമയം തന്നെ പലവിധ വിമർശനങ്ങളും ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. കാരണം കുറച്ചുനാൾ മുമ്പ് വരെ ഒരുപക്ഷെ നമ്മൾക്ക് അതിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഈ സമിതി യോഗങ്ങൾക്ക് പുറത്തേക്ക് ഇത്തരം വാർത്തകളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വ്യാപകമായിട്ട് ഏത് ബ്രാഞ്ച് സമിതി യോഗം ചേർന്നാൽ പോലും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ശൈലിക്കെതിരെ ഒക്കെ അല്ലേ. എന്തായാലും നമുക്കിന്ന് മറ്റൊരു ഹെഡ്ലൈൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വർത്തമാനവും കൂടി. നമ്മുടെ മറ്റൊരു ബർത്ത്ഡേ ബോയുടെ ദിവസമാണെന്ന് ഒരു കുടുംബവിശേഷത്തിൽ ചിലരൊക്കെ അസ്വസ്ഥരാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ കഴിയില്ല. ജനം കുടുംബം എന്നാണ് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ ഉള്ളൊരു ചെറിയ സ്പേസ് പുത്തൻപുലരിയിൽ ഉണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ സിദ്ധാർത്ഥ് അല്ലേ. നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലുണ്ണിയാണ് സിദ്ധാർത്ഥിനെ പല വിധത്തിൽ പ്രേക്ഷകർക്ക് സുപരിചിതമായിരിക്കും തീർച്ചയായും. കാരണം നമ്മുടെ പല യാത്രകളിലും സിദ്ധാർത്ഥ പ്രേക്ഷകരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. മാത്രമല്ല എക്സ്പ്ലോറർ സെഗ്മെന്റിലൂടെ. അത് മാത്രമല്ല സിദ്ധാർത്ഥ പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥിന്റെ മെസ്മറൈസിംഗ് ക്രിയേറ്റീവ് കിങ് എന്നാണ് ഡിജിറ്റൽ ടീമിന്റെ വിശേഷണം. തീർച്ചയായിട്ടും മെസ്മറൈസിംഗ് തന്നെയാണ്. ക്രിയേറ്റീവ് വർക്ക് മാത്രമല്ല, അത് വാസ്തവമാണ്. പുറത്തു പോയി നമുക്ക് കാണാൻ കൊതി തോന്നുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹം തോന്നുന്ന രീതിയിൽ പല പുതിയ ഡെസ്റ്റിനേഷൻസും കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്കാണ് സിദ്ധാർത്ഥ് ക്യാമറയുമായി യാത്ര ചെയ്യുന്നത്. ഒരിക്കൽ കൂടി അങ്ങനെ നമ്മുടെ സ്റ്റൈലൻ ചുള്ളൻ നമ്മുടെ സ്വന്തം സിദ്ധാർത്ഥിന് സ്നേഹപൂർവ്വം പിറന്നാൾ ആശംസകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്നതാണ് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സമർപ്പിച്ച സമയമൊക്കെ നിൽക്കട്ടെ, പക്ഷേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് അറിയേണ്ടത്. എന്തായാലും ഇന്ന് ഇത് വിശദമായി പരിശോധിക്കാനിരിക്കുകയാണ്. അത് തീവ്രതയൊക്കെ കുറച്ച് ചെറിയ ഒരു നോട്ടക്കുറവ് അവിടുത്തെ SP ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അല്ലേ. ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയില്ല. പൂരം നടത്തിപ്പിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ പാലിച്ചു എന്നും അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇന്ന് DGP പരിശോധിക്കും അല്ലെ. അതിനുശേഷമായിരിക്കും ശുപാർശകളും നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുക. ശാലിനി ചേരുന്നുണ്ട്, അതോടൊപ്പം മനോജിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, എന്തായാലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുറച്ചധികം വൈകിയെങ്കിൽ കൂടിയും എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? അതിന് തന്നെ ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഔദ്യോഗികമായി ഈ റിപ്പോർട്ട് DGPക്ക് ലഭിക്കുന്നത്. ദൂതൻ വഴിയാണ് ADGP MR അജിത് കുമാർ ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. സീൽ വെച്ച കവറിലാണ് 1300ഓളം പേജുകളുള്ള റിപ്പോർട്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിമർശനങ്ങളും സർക്കാർ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായി എത്തിയിട്ടുള്ളത് 5 മാസങ്ങൾക്ക് ശേഷം, അതായത് മുഖ്യമന്ത്രി ഈ ഒരു സംഭവത്തിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ്
എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ച് 5 മാസങ്ങൾക്ക് ശേഷം ഇന്നലെ DGPയുടെ അടുത്തേക്ക് എത്തുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് തന്നെ ഓഫീസിലെത്തി DGP ഈ റിപ്പോർട്ട് പരിശോധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം ശുപാർശകളും നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയായിരിക്കും അന്തിമമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും നടപടിയിലേക്കും ഒക്കെ തന്നെ കടക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലുകളോ ഒന്നും തന്നെ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നൊരു പരാമർശം ഒരുപക്ഷെ ഒരു മൃദു സമീപന റിപ്പോർട്ടിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ADGP MR അജിത് കുമാറിനായിരുന്നു തൃശൂർ പൂരത്തിന്റെ ക്രമസമാധാന ചുമതല നൽകിയിരുന്നത്. ഈ തൃശൂർ പൂരം പ്രമാണിച്ച് പൂര ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ADGP തൃശൂരിൽ എത്തിയിരുന്നു. അവിടെയായിരുന്നു താമസമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട ഒരു പൂരം, ആ പൂരം കലങ്ങിയതിന്റെ അന്വേഷണം അദ്ദേഹം തന്നെ നടത്തുന്നു. അതിലിപ്പോൾ സ്ഥലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ചെറിയ ചില പാകപ്പിഴകളാണ് പൂരം അലങ്കോലമാകാനുള്ള കാരണമായി ADGP MR അജിത് കുമാർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ബാഹ്യ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല, ഗൂഢാലോചനകൾ നടന്നിട്ടില്ല, മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി വേണ്ട ഇടപെടലുകൾ അങ്കിത് അശോക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കാര്യമായ അവിടെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള നടപടികളൊന്നും അങ്കിത് അശോകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചതും ഈ ഒരു സംഭവത്തിന് ഇടയാക്കി അല്ലെങ്കിൽ പൂരം അലങ്കോലമാകാൻ കാരണമായി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ദേവസ്വങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് ഇരു ദേവസ്വങ്ങളും പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പാറമേക്കാവ് ദേവസ്വമാണെങ്കിലും ഒപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വമാണെങ്കിലും അതിരൂക്ഷമായ ഭാഷയിലാണ് പോലീസിനെ ഈ ഘട്ടത്തിൽ വിമർശിച്ചിട്ടുള്ളത്. കൃത്യമായ ഗൂഢാലോചന പൂരം അലങ്കോലമാക്കാൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത്. അതിൽ തിരുവമ്പാടി ദേവസ്വവും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പാറമേക്കാവ് ദേവസ്വവും അതേ വിമർശനം ഉന്നയിക്കുകയാണ്. ഈ വനംവകുപ്പ് അടക്കം സ്വീകരിച്ച ചില നടപടികൾ പൂരം അലങ്കോലമാകാൻ കാരണമായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും നടപടികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ മറ്റൊരു പരാമർശമായി ADGP MR അജിത് കുമാർ പറയുന്നത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കോടതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചില ഇടപെടലുകൾ പോലീസ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വിമർശനങ്ങൾ വലിയ രീതിയിൽ പോലീസിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ അന്വേഷണം കൃത്യമായി നടത്തിയില്ല, റിപ്പോർട്ട് നൽകിയില്ല എന്നതടക്കമുള്ള വിവരാവകാശ രേഖകളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പഴുതടച്ച നടപടിയുടെ ഭാഗമായി അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ അതിന് മറികടക്കാൻ, മുഖം രക്ഷിക്കാൻ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. DGP ഇനി ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ശുപാർശകളായിരിക്കും നൽകുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതേസമയം തന്നെ അതിന് നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അതിന് റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിൽ ഇനി ഏത് തരത്തിലുള്ള നടപടി DGP സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. അത് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് ഇന്ന് തന്നെ എത്താനുള്ള സാധ്യതകളുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശാലിനിയിലേക്ക് വരാം. നമുക്ക് മനോജിലേക്ക് കൂടി പോകാം. തൃശ്ശൂരിൽ മനോജ് ആണ് ഈ വാർത്ത ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്ന് മാത്രമല്ല, അന്ന് രാവിലെ നട്ടുച്ചയ്ക്ക് വെടിക്കെട്ട് നടത്തി എല്ലാം ശുഭമായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം ശുഭം, എല്ലാവരും ആസ്വദിച്ചു, പൂരപ്രേമികൾ സന്തോഷമായി മടങ്ങി എന്നുള്ള തരത്തിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ, ഇതിനെ പൊതിഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ, വെള്ളപൂശാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെയല്ല, ഇവിടെ അമർഷം വല്ലാതെ അലയടിക്കുകയാണ് എന്നുള്ളതും ഏതൊക്കെ തരത്തിലാണ് പൂരത്തെ കൃത്യമായി അട്ടിമറിച്ചത് എന്നുള്ള റിപ്പോർട്ടും വിശദമായ റിപ്പോർട്ടുകളുമായി ചേർന്നത് മനോജാണ്. മനോജ്, ഒരു പ്രശ്നവുമില്ല, തീവ്രത വളരെ കുറവാണ്, ബാഹ്യ ഇടപെടലില്ല, അട്ടിമറിയില്ല, ചെറിയൊരു നോട്ടപ്പിശക് SP അങ്കിത് അശോകിന്. അതാണ് രത്ന ചുരുക്കം റിപ്പോർട്ടിന്റെ. എങ്ങനെ കാണുന്നു മനോജ്? തീർച്ചയായും സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിൽ പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള തരത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ദേവസ്വങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട്, അത് ADGPയുടെ തന്നെയാണ് ഈ റിപ്പോർട്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്
ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഒരു ഗൂഢാലോചന നടക്കാതെ ഈ പൂരത്തിലെ പല വിഷയങ്ങളിലും പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഭംഗം വരുത്തുവാൻ ശ്രമിക്കുന്നു. അതൊന്നും ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചുകൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഇവിടെയുള്ള സാധാരണ മനുഷ്യർക്കും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവർക്കും തന്നെ അത് ചിന്തിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ അന്ന് ക്രമസമാധാന ചുമതലയിലുള്ള MR അജിത് കുമാർ അദ്ദേഹം തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിന് പിന്നിലും. അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം പഴിചാരി ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ കൃത്യമായും ഒരു അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ദേവസ്വങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെയും ഒക്കെ ആവശ്യം. ഈ തൃശ്ശൂർ പൂരത്തിലെ ഓരോ ചടങ്ങുകളും, അതായത് അന്ന് രാത്രി നടന്നിട്ടുള്ള മഠത്തിൽ വരവ്, ആ മഠത്തിൽ വരവിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ ക്ഷേത്ര ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരെയും ഒക്കെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പകുതി വഴിയിൽ, അതായത് വെളുപ്പിന് 1 മണിക്ക് അത് നിർത്തി അവർക്ക് തിരികെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വെടിക്കെട്ട് നടത്തുവാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു വരുന്നവരെ എടുത്തുകൊണ്ട് പോടാ എന്നുള്ള ആക്രോശമൊക്കെ അവിടെ നടന്നു. അതിനുശേഷം പലതരത്തിലുള്ള വിഷയങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിന് പിന്നിൽ കമ്മീഷണറാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ അല്ല എന്നുള്ളത് തന്നെ വ്യക്തമാവും. എന്നാൽ ബാക്കിയുള്ള ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ്, അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാതിരിക്കാനുള്ള ഒരു മുഖംമൂടി തന്നെയാണ് ഈ റിപ്പോർട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് തന്നെയാണ്. അത് ഘടകകക്ഷിയായിട്ടുള്ള CPI ഉൾപ്പെടെ വ്യക്തമാക്കുമ്പോഴും മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ അടക്കം ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും അതിൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഒരു അട്ടിമറിയോ ഗൂഢാലോചനയോ നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതിൽ മാറ്റമില്ല. കാരണം ഇത്തരത്തിൽ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP തന്നെയാണ് ഈ റിപ്പോർട്ടിന് പിന്നിലുമുള്ളത്. ശരി മനോജ്, അനു, ഈ ക്ലീൻ ചിറ്റുകളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വക പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ്, പക്ഷെ വൈകുന്നേരം ആയപ്പോൾ അൻവർ അത് വീണ്ടും വലിച്ചു കയറുന്നു. ഇന്നിപ്പോൾ ADGPയുടെ വക ക്ലീൻ ചിറ്റ്, മൊത്തത്തിൽ എല്ലാവർക്കും ചെറിയൊരു ജാഗ്രത കുറവ്. ADGP ഈ അടുത്ത് കണ്ട വിവാദങ്ങളൊക്കെ അതിനുശേഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ADGPയുടെ റിപ്പോർട്ടിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലുമില്ല. കാര്യം ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. അതിൻ്റെ നടുവിൽ ഈ ADGP തന്നെ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. എന്തോ വലിയ മഹാപാതകം പോലെ അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം. RSSന്റെ പ്രമുഖ നേതാവിനെ സന്ദർശിച്ചതിനെ ചൊല്ലി വിവാദം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇദ്ദേഹം കൂടി ഇടപെട്ടിട്ടാണ് പൂരം അട്ടിമറിച്ചതെന്നും പൂരം അട്ടിമറിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതും എന്നൊക്കെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. അവിടെ അവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, പൂരപ്രേമികളും BJPക്കാരും മാത്രം വോട്ട് ചെയ്താൽ പൂരപ്രേമികൾ തൃശ്ശൂർക്കാർ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചോ? അത് പൂരപ്രേമികളും BJPക്കാരും കൂടി വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. BJPക്ക് പുറത്തുനിന്ന് പരമ്പരാഗതമായി CPM-നും കോൺഗ്രസിനും അല്ലെങ്കിൽ LDF-നും UDF-നും പോയിരുന്ന 10,000-കണക്കിന് വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപിക്ക് വീണത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും ആ വോട്ടിൻ്റെ ഒഴുക്കിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്നും ഒക്കെയുള്ള ആ ചർച്ചകളിൽ നിന്ന് വഴി തിരിച്ചുവിടാനും അല്ലെങ്കിൽ ഒരു ന്യായീകരണത്തിനും കൂടിയാണ് ആ ശ്രമം ഉണ്ടായത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും, DGP എന്ന് പറയും. ഇതെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം നോക്കിയും കണ്ടും കോടതി എവിടെ ഉണ്ടല്ലോ, കോടതി എന്ത് പറയുമെന്നും നമുക്ക് കാണാം. ഇനി മലയാള മാധ്യമങ്ങൾ കുറേ ദിവസങ്ങളായി കാണാതെ പോകുന്ന ജനം TV തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്ക് ഇന്നത്തെ കമൻസിലും ഉണ്ടായിരുന്നു. രാജൻ ചെങ്ങാട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ വാർത്ത കൊണ്ടുവന്നതിൽ നമുക്ക് അഭിനന്ദനം ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായത്, കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. എന്തായാലും വാർത്ത എല്ലാവർക്കും ഈ പറഞ്ഞപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം തിരുപ്പതിയിലൊടുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർത്തിയ സംഭവം. എന്തായാലും ഇതിൽ കേന്ദ്ര സർക്കാർ നടപടി ശക്തമാക്കുകയാണ്. നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുള്ള AR ഡയറി ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനോടകം പരിശോധനയും നടത്തി കഴിഞ്ഞു. എന്നാൽ ഇവരുടെ ഒരു ക്ലെയിം എന്ന് വെച്ചാൽ തങ്ങൾ ഗുണനിലവാരമുള്ള നെയ്യാണ് വിതരണം ചെയ്യുന്നതെന്നാണ്. മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് ഈ നെയ്യ് വിതരണം ചെയ്തു എന്നാണ്. ശരി, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇന്ന് S നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഊർജിതമാക്കുന്നുണ്ട്, കടുപ്പിക്കുന്നുണ്ട്.
ആരോഗ്യമന്ത്രി JP നദ്ദ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ റിപ്പോർട്ടുകൾ ഉടൻ നൽകണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിനോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഈ നെയ് വിതരണം ചെയ്ത കമ്പനിയിലുണ്ടായത്. ഇവരുടെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലുള്ള ഈ ഗോഡൌണിലും അതേപോലെ തന്നെ നിർമ്മാണശാലയിലുമാണ് പരിശോധന നടത്തിയത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം ഈ പരിശോധന നീണ്ടിരുന്നു. മാത്രമല്ല അവിടെ നിന്നും പല സാമ്പിളുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ വീണ്ടും ഗുജറാത്തിലെ ലാബിൽ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ലാബിൽ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ നെയ് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും അവിടുന്ന് ഇവർ കണ്ടെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ മീനെണ്ണ അടക്കമുള്ള ഈ മീനെണ്ണയും അതേപോലെ തന്നെ കൊഴുപ്പ് അടക്കമുള്ളവ കലർത്തി നെയ് വിൽപ്പന ചെയ്തത് അത് ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് മാത്രമാണോ, അതല്ലെങ്കിൽ അവർ പൊതുവിപണിയിലേക്ക് ഇത്തരം സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ സമാനമായി ഇത്തരം നെയ് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും ദേശീയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി രംഗത്തുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തടക്കം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. YSR കോൺഗ്രസിന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് നടപടി വേണമെന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ചന്ദ്രബാബു നായിഡു സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് ചന്ദ്രബാബു നായിഡു അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അന്വേഷണം പൂർണ്ണമായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതേസമയം ഈ ഒരു വിഷയം കോടതിയിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിക്കണം എന്നുള്ള രീതിയിലുള്ള ഹർജികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏതായാലും നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒപ്പം ചന്ദ്രബാബു നായിഡു സർക്കാരും ഇതിന്മേലുള്ള നടപടികൾ കർശനമാക്കി. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നെയ്യ് അടക്കമുള്ള മറ്റു വസ്തുക്കൾ, ലഡു നിർമ്മിക്കുവാനുള്ള മുഴുവൻ വസ്തുക്കളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അവിടെ ഈ പാചകത്തിനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് വേണ്ട മറ്റ് പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ളവയുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കുവാനും ചന്ദ്രബാബു നായിഡു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യേക ലാബ് അടക്കം പുതുതായി സജ്ജീകരിക്കുമെന്ന് അവിടെ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ഇത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല, മറിച്ച് ഈ ഹൈന്ദവ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയും അതിനെ തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു നീചപ്രവൃത്തി എന്ന നിലയിലാണ് ഹൈന്ദവ സംഘടനകൾ ഇതിനെ കാണുന്നത്. BJPയും ഇതിന്മേൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അനു, ശരി, നന്ദൻ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നന്ദന്റെ തന്നെ മറ്റൊരു പ്രധാന വാർത്ത അല്പസമയത്തിന് ശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ചെറിയൊരു രീതിയിലുള്ള ബ്രേക്കിംഗ് കൊടുത്തിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസ്രോതസ്സുകൾ തടയുന്നതിൽ ഭാരതം മികവ് പുലർത്തിയെന്ന് രാജ്യാന്തര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അതും ചിലർക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. കാര്യം നമ്മൾ പൂർണ്ണമായും ഡിജിറ്റൽ ഇക്കണോമിയിലേക്ക് നീങ്ങിയപ്പോൾ ബാങ്ക് വഴി അല്ലാതെ തെളിവോടുകൂടി അല്ലാതെ ധന കൈമാറ്റം പറ്റില്ല എന്ന് ഉള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഒട്ടേറെ പേർ അസ്വസ്ഥരായിരുന്നു. ഈ പണമൊക്കെ ഇങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പാവപ്പെട്ടവർ ജീവിക്കുമെന്നും എങ്ങനെയാണ് പച്ചക്കറി വാങ്ങുന്നതെന്നും എങ്ങനെ പച്ചക്കറി വിൽക്കും എന്നുള്ളത്, അതിനൊക്കെ ഇപ്പോൾ രാജ്യാന്തര സമൂഹം തന്നെ ഉദാഹരണ സഹിതം മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ആ വിശദാംശങ്ങളിലേക്ക് വരാം. ഇനി അടുത്തതെന്ന് ജമ്മു കാശ്മീർ വരെ ഒന്ന് പോയി വരാൻ തോന്നുന്നു. കാരണം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം നാളെ അവിടെ അവസാനിക്കുകയാണ്. ശ്രീനഗർ, പൂഞ്ച്, രജൌരി മേഖലകളിലായി 26 മണ്ഡലങ്ങളാണ് ഈ മാസം 25-ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. എന്തായാലും സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തും എന്ന പ്രത്യേകത കൂടിയുണ്ട്. ജിഷ്ണു കൃഷ്ണൻ അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും രാവിലെ ജിഷ്ണു ഇതുപോലെ തത്സമയ വിവരങ്ങളൊക്കെ ആയിട്ട് ചേർന്നിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്ന് നോക്കാം. നമസ്തേ, സ്വാഗതം ജിഷ്ണു കൃഷ്ണൻ. സഞ്ജയ് കൗശൽ.
നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിൽ ലാൽ ചൗക്കിലാണ്. ശ്രീനഗർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ, ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ 26 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. ശ്രീനഗർ, പൂഞ്ച്, രജൌരി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ 26 മണ്ഡലങ്ങൾ ഈ മാസം 25-ാം തീയതി രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണത്തിനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണങ്ങൾ, വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കശ്മീരിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ആർട്ടിക്കിൾ 370 തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സജീവമായ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ, പ്രചാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പ്രചാരണ പ്രവർത്തനങ്ങളിലും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും ഉണ്ടാകുന്ന വൻ ജനപങ്കാളിത്തം തന്നെയാണ്. നേരത്തെ കനത്ത സുരക്ഷാ വലയത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അതോടൊപ്പം വോട്ട് ചെയ്യാൻ പോലും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ 300 അല്ലെങ്കിൽ 500-ലധികമോ വോട്ടുകൾ ഉണ്ടാകുന്ന മേഖലയിൽ നിന്ന് 1-2 വോട്ടുകൾ മാത്രം പോൾ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കുക, പ്രചാരണത്തിൽ പങ്കെടുക്കാതിരിക്കുക, അതിൽ നിന്നെല്ലാം വലിയൊരു മാറ്റം ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ 61% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന് നടക്കാനിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചാരണത്തിലുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. നമുക്ക് ലാൽ ചൗക്കിലെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ശ്രീനഗറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കശ്മീരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക വ്യവസായ കേന്ദ്രം എന്ന് നമുക്ക് ലാൽ ചൗക്കിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ക്ലോക്ക് ടവർ 1980 കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെങ്കിൽ പോലും കാലങ്ങൾക്ക് മുൻപേ തന്നെ, അതല്ലെങ്കിൽ മുൻപ് രാജഭരണ കാലം മുതൽ തന്നെ കശ്മീരിനെ സംബന്ധിച്ചൊരു സാംസ്കാരിക വ്യവസായ കേന്ദ്രമായിരുന്നു ലാൽ ചൗക്ക്. അതോടൊപ്പം തന്നെ ഭരണാധികാരികൾക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം. നമുക്കറിയാം, മുൻപ് കശ്മീരിന്റെ സാഹചര്യം കലുഷിതമായിരുന്ന സമയത്ത് അയൽ രാജ്യത്തിന്റെ പതാകകൾ ഉയരുകയും വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുകയും ചെയ്ത ഒരു പ്രദേശത്ത് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക സ്വതന്ത്രമായി പറക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശാന്തമാണ് ജമ്മു കാശ്മീർ. ഒരു പതിറ്റാണ്ടിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശാന്തമാണ് ജമ്മു കാശ്മീർ. വൻ ജനപങ്കാളിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആരധികാരത്തിലേറിയാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നേട്ടമുണ്ടാക്കിയാലും വിജയം കൊയ്താലും കശ്മീരിലെ ജനത വികസനവും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുൻപോട്ട് പോക്കും ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞൊരു ആഴ്ചയായി കശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. ഏതായാലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നാണ് നടക്കുന്നത്. ശ്രീനഗർ, പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിലെ 26 മണ്ഡലങ്ങൾ കൂടി ജനവിധി രേഖപ്പെടുത്തും. 2-3 ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കൂടുതൽ ഉയരും. 70%-ത്തിനൊക്കെ അടുത്തുവരെയും പോളിംഗ് ശതമാനം ഈ 2-3 ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രദീപ്, എന്തായാലും ജിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു 1-to-1 ഉണ്ട്. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്ന് ആവർത്തിക്കുകയാണ് നാഷണൽ കോൺഫറൻസ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഭരണം ലഭിച്ചാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്ന് നാഷണൽ കോൺഫറൻസ് വക്താവും സലീബൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ തൻവീർ സാദിഖ് വ്യക്തമാക്കി. PDPയുമായി ഇനി ഒരിക്കലും സഖ്യമുണ്ടാകില്ലെന്നും ജനൻ TV പ്രതിനിധി ജിഷ്ണു കൃഷ്ണന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ തൻവീർ സാദിഖ് പറഞ്ഞു. കാണാം. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ വക്താവും സഡിബൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തൻവീർ സാദിഖ് ഇപ്പോൾ ജനൻ टीवीയോടൊപ്പം ചേരുകയാണ്. सर, थैंक यू फॉर ज्वाइनिंग विद अस. एट फर्स्ट 10 साल के पहले 10 साल के बाद चुनाव हो रही है कश्मीर में, पूरे कश्मीर में और आपकी ये कॉन्स्टिट्यूएंसी में NC का प्रचार लहर सब कैसा चल रहा है? बहुत अच्छा चल रहा है. लोगों का प्यार मोहब्बत मिल रहा है. लोगों को 10 साल से महरूम रखा गया है इलेक्शन से. इट्स बीन नाउ 10 years since the last assembly election, and now 5 years from the last 5 years we have had governor's rule. So this is something that people wanted. People had no doors to knock at. There was no redressal of grievances for the people. Hopefully Supreme Court came in and they ensured that elections happen in Jammu and Kashmir. Today you see that it is the festival democracy, that people are now they know the value of the vote, and I'm sure come 25th September they will come out fully and vote, and on 8th October you will have an NC government. And what was the development plans, promises NC given to the people this time?
We have a very comprehensive, very vibrant manifesto that we have made. The manifesto has 12 guarantees and 26 promises, starting from restoration of Article 370, 35A, restoration of statehood. We are talking about all those youngsters who have been arrested and put into different jails. We are talking about women empowerment. We are talking about development of Srinagar city, Jammu cities. We are talking about giving free electricity to people. We are talking about giving free drinking water, giving free cylinders to people. Apart from that, we are thinking about many other issues concerning the development of Jammu and Kashmir. So if the people put us back in the government, we will make sure that all those 12 guarantees are put into place. And this is the first election after the abrogation of Article 370. What was the responses get from the people? They feel that what happened on August 5, 2019 is wrong, unconstitutionally and illegal. And we will reverse that, and that's what people want. While people want electricity, people want roads, drainage, everything. But people say that their identity is the most important thing, and they will restore Article 370, fight for it constitutionally on whichever platform they want. And also NC is promises to the people when get the chance for rule, restore the Article 370. Is it possible? Why not? We will pass a resolution in the assembly. That is why we are asking people to vote for us, so that we have a full majority, pass the resolution, take it to the Supreme Court and say what happened on 2019 did not have the mandate of the people. Today, people have we have a mandate of the people, and the government is now asking for restoration of Article 370. We will fight for it. It's a long battle. We will fight it and we will win. And sir, one more thing. What about the alliance with Congress? Some Congress candidates are allegate that NC is not interested in this alliance. No. Some people are always in every political party. There are no vices in all political parties. But in a general, for a larger cause, National Conference and Congress have come together, and we will ensure that we form the government with full stability and vibrant. Sir, at last, what do you think about the post-polling alliances in Jammu Kashmir this time? Any chance for that alliances? We already have a pre-poll alliance with the Congress, and I'm sure we will get a very thumping majority. Now the process of development, process of peace and prosperity will dawn on Kashmir come October 8. We are looking forward to that. I am very enthusiastic, and I'm very hopeful that the people of not only Zedi, Bal, Jogivan, wherever we are right now, or across Jammu and Kashmir, people will come out and vote for National Conference. Okay, thank you so much. Thank you so much. അധികാരത്തിലേറിയാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടുള്ള നടപടിക്കെതിരെ പ്രവർത്തിക്കും. അത് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനമാണ് തൻവീർ സാദിഖ് ജനൻ ടിവിയോടും നടത്തിയിട്ടുള്ളത്. ശ്രീനഗറിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. സമഗ്രമായി ദിവസവും ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ, വിശേഷങ്ങൾ ജിഷ്ണു കൃഷ്ണനും സഞ്ജയ് കൗശലും കവർ ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും അത് ഉണ്ടാകും. അതിനുശേഷം വോട്ടെണ്ണൽ, പുതിയ സർക്കാർ രൂപീകരണം ഒക്കെ വിപുലമായി വിശദമായി തന്നെ ജനൻ ടി വി പ്രേക്ഷകർക്കായി എത്തിക്കുന്നതാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കാരണം കുറച്ചധികം സന്ദേശങ്ങൾ, കമൻസ് എല്ലാം നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് വായിക്കാതെ പോവുകയാണെങ്കിൽ കുറിക്കില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രകാശ് മേൽക്കുട്ടിക്ക് മറുപടി പറഞ്ഞായിരുന്നു, ഞങ്ങൾ എന്തിനാണ് കുത്തിക്കുറിക്കുന്നത്. വായിച്ചോളൂ. ഇതിന് ടി വി കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായമല്ലേ കമൻറ്റായി ഇടുന്നത്. അതിന് ജനാധിപത്യപരമായ പരിഗണന വേണം. വെറുതെ നിങ്ങൾക്ക് കാണാനല്ലല്ലോ കുത്തിക്കുറിക്കുന്നത് എന്ന് കുറച്ച് കടുപ്പിച്ചിട്ടുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ആരുടെയാണ്? പ്രകാശ് മേൽക്കുട്ടി. പ്രകാശ് മേൽക്കുട്ടിയുടെ പ്രതികരണം വായിച്ചതാണ് ഞാൻ. ശരി, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ ശാലിനിക്ക് നൽകിയ ഒരു കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കയ്യോടെ ശാലിനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയും സ്നേഹവും ശാലിനി തിരികെയും അറിയിച്ചിട്ടുണ്ട്. സിദ്ധുവിന്, ബാബു ചെട്ടിയത്ത്, ഉഷാജി, സദാനന്ദൻ നേരത്തിലും പലരുടെയും കമന്റ്സ് ഉണ്ടായിരുന്നു. സിദ്ധുവിന് ആശംസകളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ. എന്നാലും ഈ സ്നേഹത്തിനൊക്കെ നന്ദി. തുടർന്നും സ്നേഹവും പിന്തുണയും ഒക്കെ നമ്മളൊക്കെ നൽകുക. നമ്മളോടൊപ്പം ഈ യാത്രയിൽ തുടർന്നും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. പറയുന്ന പോലെ ഒരു കുടുംബമാണല്ലോ ജനമെന്ന്. അതെ. എന്തായാലും നേരത്തെ പറഞ്ഞ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസ്രോതസ്സുകൾ തടയുന്നതിൽ ഭാരതം മികവ് പുലർത്തി എന്ന് രാജ്യാന്തര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളും ഇടത് ഭീകരവാദ സംഘങ്ങളും ഭാരതത്തിന് വെല്ലുവിളി എന്നുകൂടി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കുന്നു. ജമ്മുകാശ്മീരിലും സമീപ സംസ്ഥാനങ്ങളിലുമാണ് ഭീകരാക്രമണ ഭീഷണികൾ കൂടുതലെന്നും FATF റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.
നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കും മുമ്പ് വരെ ഭീകര സംഘടനകൾക്കുള്ള സാമ്പത്തിക സഹായം രാജ്യത്തിന് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്ന് കള്ളപ്പണം കണ്ടെത്തുന്നതിൽ ഭാരതം മികവ് പുലർത്തുന്നതായി G7 സർക്കാർ സ്ഥാപനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രജിസ്ട്രേഷൻ വകുപ്പും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും രാജ്യത്തെ തീവ്രവാദ ശക്തികൾക്കുള്ള ധനസ്രോതസ്സുകൾ തടയാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതായും FATF റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിൽ നിന്ന് ഭാരതം ഗുരുതരമായ ഭീഷണി നേരിടുന്നുവെന്നാണ് FATFന്റെ വിലയിരുത്തൽ. കൂടാതെ ഇടത് തീവ്രവാദ സംഘങ്ങളും ഭാരതത്തിന് ഭീഷണിയാണ്. ഇത്തരം സംഘങ്ങൾ ധനസമാഹരണത്തിനായി മയക്കുമരുന്ന് വിൽപ്പനയും സൈബർ തട്ടിപ്പും അടക്കം നടത്തുന്നുണ്ടെന്നും തടയാൻ ഫലപ്രദമായ നടപടി വേണമെന്നും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കും ഭീകരവാദ ധനസഹായത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന FATFന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. 400 ഇടങ്ങളിൽ വ്യോമാക്രമണം നടന്നതായി വിവരം ലഭിക്കുന്നുണ്ട്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണവുമുണ്ട്. ശനിയാഴ്ച രാത്രി വൈകിയും ഇസ്രായേൽ ലക്ഷ്യമിട്ട് ലെബനന്റെ റോക്കറ്റ് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണങ്ങളിൽ 82ഓളം പേർ കൊല്ലപ്പെട്ടതായി ലെബനനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനീഷ് ചേരുന്നു. മനീഷ്, ആവശ്യമില്ലാതെ ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നന്നായി വാങ്ങി പിടിക്കുന്നുണ്ട് അല്ലെ ലെബനൻ? തീമഴയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആ പ്രദേശത്ത് നിന്ന് വരുന്നത്. മനീഷ്. ഗുഡ് മോർണിംഗ് അനു, പ്രദീപ്. ഏതായാലും ലെബനൻ ഇസ്രായേൽ അവിടുത്തെ സംഘർഷം വീണ്ടും തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത വരുന്നത് 400 ഇടങ്ങളിൽ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ നിരവധി ഭീകര നേതാക്കളും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവസാനമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്ത വരുന്നത്. ലെബനനിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ ശനിയാഴ്ച വൈകി വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ ഇപ്പോൾ ലെബനനിലേക്ക് വീണ്ടും 400 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും നമ്മൾ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മുൻപത്തെ 2 ആക്രമണങ്ങൾ, അതായത് പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നടന്നത്. അതിനുശേഷമാണ് ഇന്നലെ, അതായത് ശനിയാഴ്ച ലെബനൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. 10 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഈ പ്രത്യാക്രമണം ഇസ്രായേൽ ഇന്നലെ നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, മനീഷാണ് ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇത് സംബന്ധിച്ചും ഒരുപക്ഷെ സത്യസന്ധമായ വാർത്തകൾ എവിടെയൊക്കെ വരുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇസ്രയേലിനോട് കളിക്കാൻ ചെന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈനിക മേധാവിയുടെ ഒരു വാർത്താ സമ്മേളനം ജനൻ TV കാണിച്ചിരുന്നു. പതിവ് പോലെ തന്നെ മറ്റ് പല മാധ്യമങ്ങളും അത് കണ്ടില്ല. ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. തീവ്രവാദികളോടുള്ള വ്യക്തമായ സന്ദേശമാണ്. ബാത്റൂമിൽ പോയി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല, ആ വിധത്തിലാക്കും എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിനിമാ ലോകത്ത് നിന്നുള്ള ഒരു വിശേഷം കൂടി. അതെ, ഇന്ന് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഉണ്ണി മുകുന്ദൻ്റെ ജന്മനാൾ ആണ്. ഉണ്ണി മുകുന്ദന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നേരത്തെ തന്നെ ഡിജിറ്റൽ ടീം ആശംസ കാർഡ് ഇറക്കിയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി മുകുന്ദൻ. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒട്ടനവധി പുതിയ സിനിമകളുമായി ഇനിയും രംഗത്ത് വരട്ടെ. ഉണ്ണി മുകുന്ദന് കരിയറിൽ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. ആശംസകൾ ഉണ്ണി. ഒപ്പം വെല്ലുവിളികൾ നേരിടാനും. അതെ. ഇനി സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് അല്ലേ? മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും എത്തുന്നത്. മറ്റൊന്ന് എന്ന് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് വേണം പറയാൻ. കാരണം ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. കാരണം ഇത് നേരിട്ട് അറിയിച്ചിരുന്നതുമാണ് CPI പല ആവർത്തി. എന്തായാലും ഇപ്പോഴും അതുതന്നെയാണ് അവരുടെ നിലപാട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കണം എന്നതിൽ CPI നിലപാട് മാറ്റുന്നില്ല, പിന്നോട്ട് പോക്കില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കേണ്ടത് ധാർമ്മികത എന്ന് CPM-നെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഘടകകക്ഷി. അത് CPI-യിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ശാലിനി ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാലിനി, CPI നിലപാട് കടുപ്പിക്കുകയാണോ?
അനു, CPM-ന്റെ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നണിക്കുള്ളിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോഴും ഇതേ നിലപാട് CPI വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും അതിന് തൊട്ടു പിന്നാലെ RJD-യും ഇതേ നിലപാട് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് MR അജിത് കുമാർ. സ്വാഭാവികമായും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, ആ കണക്കിൽ അദ്ദേഹത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി വേണം ഒരു അന്വേഷണം വേണ്ടത് എന്നുള്ളതാണ് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമായി CPI ഉയർത്തിക്കാട്ടിയത്. പരസ്യമായി തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. RJD-യും അത് വ്യക്തമാക്കി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയും ഇടതുമുന്നണി യോഗത്തിന് ശേഷവും LDF കൺവീനർ TP രാമകൃഷ്ണൻ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരോപണം ഉയർന്നു എന്ന് കരുതി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് താൻ കടക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. എന്തായാലും അക്കാര്യത്തിൽ തന്നെയാണ് നിലപാട് കടുപ്പിച്ചുകൊണ്ട് CPI തുടരുന്നത്. ഇനി ഏത് തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് DGP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം മാത്രമല്ല, വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം കൂടി നേരിടുന്ന ഒരു വ്യക്തിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ. സ്വാഭാവികമായും ഈ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ ബിനാമി സ്വത്തിടപാട് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം നിൽക്കുന്നുണ്ട്. നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിക്കാട്ടിയ കവടിയാറിലെ വീടടക്കം നിർമ്മിക്കുന്നതും അതിന് സ്വത്ത് വാങ്ങിയതും വസ്തു വാങ്ങിയതും അടക്കമുള്ള കാര്യങ്ങളിൽ എവിടെ നിന്നാണ് ഇതിന് പണം കണ്ടെത്തിയത് എന്നുള്ള സോഴ്സ് അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടോ ADGP MR അജിത് കുമാർ എന്നൊരു ചോദ്യം PV അൻവർ ഉയർത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപിൽ തന്നെ അദ്ദേഹം അടുത്തൊരു വിമർശനവും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ചില ഫ്ളാറ്റുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില ADGP-യുടെ സ്ഥാനം ഉപയോഗിച്ചും അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ചില വഴിവിട്ട ഇടപാടുകൾ ADGP MR അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇതടക്കമുള്ളവ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് CPI വരും ദിവസങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കാൻ പോവുക. എന്തായാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തി അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് CPI-യുടെ നയം, അല്ലെങ്കിൽ അവരുടെ തീരുമാനം. അതെന്തായാലും CPM-ന് ധാർമ്മികതയുടെ പേരിലാണ് എങ്കിൽ പോലും അത് ധാർമ്മികത ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് CPM-നെ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPI-യുടെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ ഉയരുകയാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ. അതേസമയം തന്നെ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് LDF-ഉം സ്വാഭാവികമായും അതിന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി അതിലേത് തരത്തിലുള്ള പിളർപ്പിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കും CPI-യും RJD-യും കടക്കും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത്. തീർച്ചയായും ശാലിനി, മറ്റൊരു വാർത്ത കൂടി അറിയേണ്ടതുണ്ട് ശാലിനിയിൽ നിന്നും. അതെ, ശാലിനി തുടരുക. ശാലിനി കഴിഞ്ഞ ദിവസം രശ്മി റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു, ഇന്നിപ്പോൾ ശാലിനിയാണ് ഈ വാർത്ത ഫോളോ ചെയ്യുന്നത്. പട്ടാപ്പകൽ കുട്ടിയെയും സ്ത്രീകളെയും മർദ്ദിച്ച കേസിൽ CPM നേതാവ് വെള്ളനാട് ശശിക്കെതിരായ കേസിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകൾ. കുട്ടിയെ കയ്യേറ്റം ചെയ്തത് പോലീസിന്റെ FIR-ൽ ഉൾപ്പെടുത്തിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് FIR-ൽ ഉൾപ്പെടുത്തിയില്ല. CPM സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത്. ശാലിനി, ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് വെള്ളനാട് ശശി. അയാൾക്ക് പോലും പരസ്യമായി നടു റോഡിൽ ഒരു കുട്ടിയെ തല്ലുന്ന ദൃശ്യങ്ങൾ ഇന്നലെ ജനൻ TV അടക്കം പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങൾ പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നിട്ടും ആ വകുപ്പ് ഒഴിവാക്കി, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കി, കുട്ടി ആക്രമിച്ചതിന് കേസെടുക്കാതെ നിസാര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പ്രദീപ്ല സൂചിപ്പിച്ചതുപോലെ, അതായത് CPM-ന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു തന്റെ ഇടം ഈ പാർട്ടി സഖാക്കന്മാർക്കുണ്ട്. നമ്മൾ ജനം TV-യുടെ ടീമിന് നേരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വഞ്ചൂരിൽ ഉണ്ടായ ഒരു സംഭവം അതിന് ഉദാഹരണമാണ്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി വെള്ളനാട് മേഖലയിൽ ഉണ്ടായത്. വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള ഒരു തട്ടുകടയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ വെള്ളനാട് ശശി തന്നെ നേരിട്ടെത്തി ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. അതിക്രമം നടത്തിയത് മാത്രമല്ല, അസഭ്യം പറയുക, ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയ ഒരു ചെറിയ കുട്ടിയെ, ഒരു ആൺകുട്ടിയാണ്, ആ കുട്ടിയെ ശാരീരികമായി മർദ്ദിക്കുക, തൊട്ടടുത്തുണ്ടായിരുന്ന ആ കുട്ടിയുടെ അമ്മയെയും ആ അമ്മയുടെ മാതാവിനെയും അടക്കം മുത്തശ്ശിയെയും അടക്കം ശാരീരികമായി ഉപദ്രവിക്കുക, കടയുടമ കൂടിയായിട്ടുള്ള വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ കുറ്റം നടത്തിയിട്ടും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ
ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നും വെള്ളനാട് ശശിയെ ആറ്റനാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിനെ പിന്നീട് എത്തിച്ചു, മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ ശേഷം അദ്ദേഹത്തിന് ജാമ്യം നൽകിയപ്പോൾ ചില ഉപാധികൾ പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള ഉപാധിയോടുകൂടിയാണ് ജാമ്യം നൽകിയത്. പക്ഷേ അവിടെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ FIR പുറത്തു വന്നിട്ടുണ്ട്. FIR-ൽ ഒരു രീതിയിലും ഈ കുട്ടിയെ മർദ്ദിച്ചതോ അല്ലെങ്കിൽ കുട്ടിയെ ഉപദ്രവിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു CPM-ന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തും ആകാമെന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി വെള്ളനാട് ശശി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. പാർട്ടി വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസ് വിട്ട് അദ്ദേഹം CPM-ൽ ചേർന്നത്. CPM-ൽ ചേർന്നതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസം വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം പ്രദേശവാസികളും നാട്ടുകാരും അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ തട്ടുകടയിലെത്തി, സമാധാനപരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തട്ടുകടയിലെത്തി ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത്. സ്ത്രീകളെ മർദ്ദിച്ചതിന് അതിൽ കേസില്ല, FIR-ൽ പരാമർശമില്ല. ഒപ്പം തന്നെ അവരെ ശാരീരികമായി ഉപദ്രവിച്ചതിന് പരാമർശങ്ങളോ നടപടികളോ ഇല്ല. അത് മാത്രമല്ല, ഈ കുട്ടിയെ ഉപദ്രവിച്ചതിനോ അതിനെ അസഭ്യം പറഞ്ഞതിനോ അടക്കമുള്ള കാര്യങ്ങൾ, ആ കുട്ടി വീഡിയോ പകർത്തുന്ന സമയത്ത് തന്നെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളടക്കം ജനം TV അടക്കം പുറത്തുവിട്ടതാണ്. വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറുന്നു, കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ അടക്കം മർദ്ദിക്കുന്നു. ഇതിലൊന്നും നടപടി എടുക്കാതെയാണ് നിസാര വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തിന്റെ പേരിന് മാത്രം ഒരുപക്ഷെ കേസെടുക്കലും നടപടിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം BJP അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസും സമാനമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടും അയാളെ സംരക്ഷിക്കുന്നത് എന്തിന്റെ പേരിലാണ്, എന്ത് ധാർമ്മികതയുടെ പേരിലാണ് എന്നുള്ളൊരു ചോദ്യമാണ് BJP അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ സ്ഥലത്ത് തുടരുകയുമാണ്. നാളെ എന്തായാലും അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അപ്പോഴും ഒരുപക്ഷെ നിസ്സാരമായി തന്നെ അദ്ദേഹം ഈ കേസിൽ നിന്ന് ഊരിപ്പോകും എന്നുള്ളതാണ് സ്ഥലവാസികൾ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ കടയുടമയും കുടുംബവും എന്നുള്ളതാണ് അവരിപ്പോഴും മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു FIR-ൽ നിസ്സാര വകുപ്പുകൾ ചുമത്തിയ കേസിന്റെ ഭാവി എന്താകുമെന്നുള്ളത്. പ്രദീപ്. ശരി, വെള്ളനാട് ശശിക്ക് പിന്നാലെ തന്നെ ജനം TV സംഘമുണ്ടാവും, നമ്മുടെ പെൺപുലികൾ ഉണ്ടാകും. 1, 2, 3 അപ്പോൾ പോലീസിന് പിന്നാലെ എന്ത് നടപടി എടുക്കുന്നു? ഈ പിഴവ് ഇത് വെറും പിഴവല്ല, മനഃപൂർവമായ ഒരുപക്ഷെ ശശി ചെയ്തതിനൊപ്പം നിൽക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ നടന്നിരിക്കുന്നത്. FIR-ൽ വെള്ളം ചേർത്ത് ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാവും. കാര്യം ഇത് ഒട്ടും താമസിയാതെ കോടതിയുടെ മുന്നിൽ എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കായിക വാർത്തകളിലേക്കാണ്. കാരണം ഇന്ത്യ വലിയൊരു ചരിത്ര വിജയം അല്ലെങ്കിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിൽ. ഇന്ത്യക്ക് ചരിത്ര സ്വർണ്ണമാണ്. 10ാം റൗണ്ടിൽ ടോപ്പ് സീഡായ അമേരിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ഉറപ്പിച്ചത്. വെസ്ലി സോയോട് പ്രജ്ഞാനന്ദ പരാജയപ്പെട്ടു. പക്ഷേ ഗുകേഷ് ഫാബിയാനോ കരുവാനെയും അർജുൻ എറിഗൈസിയെയും തോൽപ്പിച്ചതോടെ ഇന്ത്യ മുന്നേറി. നിലവിൽ ഇന്ത്യക്ക് 19ഉം ചൈനയ്ക്ക് 17 പോയിന്റുമാണുള്ളത്. അവസാന റൗണ്ടിൽ ചൈന ജയിച്ചാൽ പോലും ഗെയിം പോയിന്റിന്റെ എണ്ണത്തിൽ ഇന്ത്യ ഏറെ മുന്നിലാണ്. ഇന്ത്യ ഒറ്റയ്ക്ക് കിരീടം നേടുന്നത് ഇതാദ്യമായാണ്. ഇതിനു മുമ്പുള്ളത് അത്ര തിളക്കമുള്ളൊരു വിജയം എന്ന് പറയാനാവില്ല ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ. കാര്യം 2020 കോവിഡ് കാലത്ത് വെർച്വലായി നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയും റഷ്യയും സംയുക്ത ജേതാക്കളായിരുന്നു. 2021-ലും 2023-ലും ഇന്ത്യ വെങ്കലവും നേടി. അങ്ങനെ ഒറ്റയ്ക്ക് സുവർണ നേട്ടത്തിൻ്റെ ശോഭയിൽ ആണ് ഇന്ന്. ഇന്നൊരു ട്വിറ്ററിലൊരു പോസ്റ്റ് കണ്ടു, പോസ്റ്റ് കണ്ടു, വിശ്വനാഥൻ ആനന്ദിന്റെ ചെറുപ്പകാലത്തെ ഒരു ചിത്രമായി. അന്ന് ആ ബാലൻ തുടങ്ങി വെച്ച ജൈത്രയാത്ര എത്ര യുവ താരങ്ങളെയാണ്, എത്ര ചെറുപ്പക്കാരെയാണ് പിന്നീട് പ്രോത്സാഹിപ്പിച്ചത്, അവർക്ക് ഉത്തേജനമായത്. തുടരെ 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 ഗ്രാൻഡ് മാസ്റ്റർമാരും ലോക ചാമ്പ്യന്മാരും ഭാരതത്തിൽ നിന്ന് വരുന്നു. ഒടുവിലിതാ അമേരിക്കയെ തന്നെ കീഴടക്കി ചെസ് ഒളിമ്പ്യാഡിൽ. പക്ഷേ ഇന്ത്യയുടെ ഈ യുവ ചെസ് നിരയുണ്ടല്ലോ, അവരെ ഈ വിശ്വനാഥൻ ആനന്ദ് ഉൾപ്പെടെ ഉള്ളവർക്ക് നൽകുന്ന ആദരവ് അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ്. കാരണം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. വിശ്വനാഥൻ ആനന്ദ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ ഒരു ആദര സൂചകമായി. കാരണം അവിടെ മറ്റൊന്നുമില്ല. കാരണം തങ്ങൾക്ക് മുമ്പേ വഴി കൃത്യമായി തെളിയിച്ച മാസ്റ്ററാണ് നിൽക്കുന്നത്. നമുക്കും കഴിയും എന്നുള്ള ആത്മവിശ്വാസം നൽകിയ ആളും. ശരി, എന്തായാലും മറ്റൊന്ന്, മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ 3ാം റൗണ്ട് അവസാന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും സമനിലയിൽ പിരിഞ്ഞു. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇരു ടീമുകളും മികച്ച മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. ലീഗിൽ 3 റൗണ്ട് മത്സരം പൂർത്തിയാവുമ്പോൾ കാൽക്കട്ട, തിരുവനന്തപുരം, കണ്ണൂർ ടീമുകൾക്ക് 5 പോയിന്റ് വീതമാണുള്ളത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് ഹരികൃഷ്ണൻ KS തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ആവേശകരമായ മത്സരത്തിൽ കണ്ണൂർ എഫ്സിയും കൊമ്പൻ എഫ്സിയും സമനിലയിൽ പിരിഞ്ഞു. ആവേശകരമായ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സും കൊമ്പൻ എഫ്സിയും ഏറ്റുമുട്ടിയപ്പോൾ ശക്തമായ മത്സരം സമനിലയിൽ കലാശിച്ചു. ആരാധകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇന്നത്തെ കളി വേറെ ലെവൽ. സത്യം പറഞ്ഞ നമ്മളെ ടീം മോട്ടൈ റെഡ് കാർഡ് കിട്ടിയതിൽ വലിയൊരു സങ്കടമുണ്ട്. എന്നാലും തിരുവനന്തപുരം കോമ്പൻസ് ഇതാണ് കളി. പൊതുവെ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിരുന്നു. ലൈക്ക് ട്രിവാൻഡ്രത്തിന്റെ പഴയൊരു ഫുട്ബോളിന്റെ ഫീവർ ബാക്കിലോട്ട് വന്നു, മുന്നോട്ടും വന്നു. പിന്നെ കണ്ണൂർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ മെയിൻ പ്ലെയർ നെക്സ്റ്റ് മാച്ച് മിസ്സാണ്. മോട്ട നെക്സ്റ്റ് മാച്ച് മിസ്സാണ്. ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ഗുഡ് മാച്ച്. ഗുഡ് ഫോർ കേരള ഫുട്ബോൾ, ആൾസോ ട്രിവാൻഡ്രം ഫുട്ബോൾ. നല്ല മാച്ചസ് വരുന്നുണ്ട്. നല്ല ആരാധകരെ കുറച്ചും കൂടെ മീൻസ് അങ്ങനെ ഒരു കൾച്ചറുള്ള സ്ഥലമല്ല ട്രിവാൻഡ്രം. ഈവൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്റ്റേഡിയം ഫുള്ളായിരുന്നു. ഗുഡ് മത്സരം ആവേശകരമായ മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിലും ആരാധകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ആവേശകരമായ മത്സരമാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ നിതിനോടൊപ്പം ഹരികൃഷ്ണൻ KS, ജനം. മറ്റൊരു കായിക വാർത്ത കൂടി, സന്തോഷകരമായ ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് വരികയാണ്. ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശിയായ എസ് അമൽജിത്ത്. മാൾട്ടയിൽ നടന്ന വേൾഡ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അമൽജിത്ത് എന്ന 20-കാരൻ സ്വർണ്ണ മെഡൽ നേടിയത്. മാൾട്ടയിൽ നടന്ന വേൾഡ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 53 കിലോഗ്രാം വിഭാഗത്തിലാണ് അമൽജിത്ത് ഭാരതത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത്. ആര്യാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പുതുതായി സ്ഥാപിച്ച ജിമ്മിലാണ് അമൽജിത്ത് പരിശീലനം ആരംഭിച്ചത്. പിന്നീട് പവർ ലിഫ്റ്റിംഗ് പാഷനായി മാറി. തുടർന്ന് നിരവധി മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കഴിഞ്ഞ വർഷം തെങ്കാശിയിൽ നടന്ന മത്സരത്തിൽ വെങ്കലം നേടി അന്താരാഷ്ട്ര മത്സരത്തിൽ സെലക്ഷൻ ലഭിച്ചെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും പഞ്ചാബിൽ നടന്ന നാഷണൽ മത്സരത്തിലും പങ്കെടുത്ത് വെള്ളി മെഡൽ നേടി. തെങ്കാശി വെച്ച് നടന്ന നാഷണൽസിൽ നിന്ന് വേൾഡ് സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികം പിന്നീന്ന് വലിച്ചുകൊണ്ട് എനിക്ക് അത് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഈ വർഷം പഞ്ചാബിൽ വെച്ച് നടന്ന നാഷണൽ എക്വിപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് എനിക്ക് ഈ മാൾട്ടയിൽ വെച്ച് നടന്ന വേൾഡിലേക്ക് സെലക്ഷൻ കിട്ടുകയും അതിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തത്. കേരളത്തെ പ്രതിനിധീകരിച്ച് 3 പേരാണ് ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ മാൾട്ടയിൽ നടന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കേരളത്തിന് അഭിമാനമായ അമൽജിത്തിന് നാട്ടിലുടനീളം സ്വീകരണം ലഭിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രോത്സാഹനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രതീക്ഷിക്കുക ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. അറിയിച്ചിരുന്നു വെച്ചാൽ നമ്മൾ MLA ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായമുണ്ടോ എന്ന് തിരക്കാനായിട്ട്. പക്ഷേ നിലവിലൊന്നുമില്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണമാണ് ലഭിച്ചത്. പിന്നെ വന്ന ദിവസം കളക്ടർ ഓഫീസിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അതല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ആര്യാട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ചെക്കനാട്ടുചിറയിൽ K ഷാജിയുടെയും N ഉഷയുടെയും മകനാണ് ആലപ്പുഴ ST കോളേജിലെ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അമൽജിത്ത്.
ആലപ്പുഴ. മറ്റു വാർത്തയിലേക്ക്. രോഗം ബാധിച്ച് അലഞ്ഞ തെരുവ് നായയുടെ രക്ഷകനായി സുരേഷ് ഗോപി. പാനൂരിൽ ഗർഭാശയം പുറത്തായ നിലയിൽ നാട്ടുകാർക്ക് നൊമ്പര കാഴ്ചയായ തെരുവ് നായയുടെ ചികിത്സയ്ക്കായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയ വാർത്തയിലേക്കാണ് അടുത്തത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായയെ കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയും നടത്തി. കണ്ണൂർ പാനൂർ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന ഈ നായ എന്നും നാട്ടുകാർക്കൊരു നൊമ്പര കാഴ്ചയാണ്. കൊടും വേദന സഹിച്ചിഴഞ്ഞു നീങ്ങുന്ന നായയെ സംരക്ഷിക്കാൻ ആരും രംഗത്ത് വന്നില്ല. തുടർന്നാണ് പാനൂരിലെ തെരുവു നായ പരിപാലന സംഘത്തിലെ അംഗങ്ങൾ നായയുടെ ദൃശ്യങ്ങൾ മന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അരമണിക്കൂറിനകം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടലുണ്ടായി. നായയെ എത്രയും വേഗം ചികിത്സയ്ക്കെത്തിക്കണമെന്നും ചികിത്സാ ചിലവ് മുഴുവൻ വഹിക്കാമെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു. തുടർന്ന് ഗർഭാശയം പുറത്തായ നായയെ ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നായയുടെ ആരോഗ്യം വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ജനം, കണ്ണൂർ. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമുള്ള കൈകൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ നടന്നു. രാവിലെ 6 മുതൽ മെഗാ കൈകൊട്ടിക്കളിയോടെ ആരംഭിച്ച പ്രകടനം രാത്രി 12 മണി വരെ നീണ്ടു. ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് പുരാവൃത്തം എന്ന പേരിലെ മഹാസംഗമം നടന്നത്. കാണാം. നിത്യവും നിത്യവും ഉത്ഭവിക്കും, നിത്യവും നിത്യവും ഉത്ഭവിക്കും. ഒട്ടേറെ കലാകാരികളുടെ മണിക്കൂറുകൾ നീണ്ട പ്രകടനം അതുതന്നെയാണ് പുരാവൃത്തം എന്ന ഈ മഹാസംഗമത്തെ വ്യത്യസ്തമാക്കുന്നത്. രാത്രി 12 മണി വരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടന്നത്. പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാര്യയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുരാവൃത്തം സംഘടിപ്പിച്ചത്. മെഗാ കൈകൊട്ടിക്കളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയഗിരി അധ്യക്ഷയായിരുന്നു. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായി. കലാഗുരുക്കളായ കടവലൂർ ശ്രീദേവി അന്തർജനം, കാവനാട് സാവിത്രി അന്തർജനം, അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെട്ടത്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് ഈ മഹാസംഗമത്തിൽ പങ്കുചേർന്നു. 700-ലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ 18 മണിക്കൂറിലധികം നീണ്ടുനിന്ന വൃത്തപ്പാട്ടുകൾ കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ URF ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ ഒരു നാഴികക്കല്ല് കൂടിയാണ്. ജനം, തൃശൂർ. അപ്പോൾ പുത്തമ്പുലരിയുടെ സമയം അതിൻ്റെ അവസാന മിനിറ്റിലേക്ക് കടക്കുകയാണ്. കാര്യം ഇടവേള കഴിഞ്ഞിട്ട് വേണം ഇനി ലൈവ് റിപ്പോർട്ടിലേക്ക് കടക്കാൻ. ഞായറാഴ്ചയാണ്. പക്ഷേ ഞായറാഴ്ചയുടെ ആലസ്യം വാർത്തകളിൽ ഇല്ല. കേരളത്തിൽ നിന്നുണ്ട്, ഭാരതത്തെമ്പാടും നിന്നുണ്ട്, ജമ്മു കാശ്മീരിൽ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ ഏറ്റവും അഭിമാനകരമായ 2 വാർത്തകൾ വരുന്നു. ഒന്ന്, ഭാരതം ആദ്യമായി ഒറ്റയ്ക്ക് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടുന്നു, 2 ഓപ്പൺ വിഭാഗത്തിൽ. 2, ഭാരതത്തിൻ്റെ നേതൃത്വത്തിന് വീണ്ടും 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 അംഗീകാരം. അത് വിളിച്ചോദിക്കൊണ്ട് ക്വാഡ് ഉച്ചകോടി നടക്കുകയാണ്. അടുത്ത വർഷം ക്വാഡ് ഉച്ചകോടി ഭാരതത്തിലാകാമെന്ന് കൂടി പ്രധാനമന്ത്രി അവിടെ വെച്ച് പറയുന്നു. അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ മത്സരിക്കുകയാണ് ഇന്ത്യയുടെ നേതൃത്വത്തെ ശ്ലാഘിക്കാൻ. അതുപോലെ തന്നെ സമുദ്ര സുരക്ഷ ഒരുക്കുന്നതിലുള്ള ഭാരതത്തിൻ്റെ ഇടപെടലുകളെ ശ്ലാഘിക്കുന്നു. എന്തായാലും നല്ല ഞായറാഴ്ചയാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും ശുഭകരമായ സന്തോഷകരമായ ഒരു അവധി ദിനം. ഒപ്പം ഞങ്ങളോടൊപ്പം തുടരുക, അല്ലേ? തീർച്ചയായും. നന്ദി. നമസ്തേ. നമസ്തേ.